അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈയൊരു ദിവസം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കുടുംബജീവിതമെന്ന വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എൻ്റെ സംസാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് വിവാഹം? വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്താണ്? കുടുംബമെന്ന് പറയുന്ന മഹത്തായ സംവിധാനങ്ങളൊക്കെ എന്തിനാണ് എന്ന് പുതിയ തലമുറയിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ വിവാഹത്തെയും കുടുംബബന്ധത്തിൻ്റെയും പവിത്രത വളർന്നു വരുന്ന തലമുറയെ ബോധ്യപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ നാടുകളിൽ ഇത്തരത്തിലുള്ള വൈജ്ഞാനികമായ സദസ്സുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും എന്തിനാണ് വിവാഹമെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഇപ്പോൾ കേരളത്തിലെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പം നമ്മളൊക്കെ നന്നായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂറും 9 മണിക്കൂറുമാണ്. മൊബൈലില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതം മാറിയിട്ടുണ്ട്. അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് കുടുംബരംഗത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. കേരളത്തിലെ അറിയപ്പെട്ടൊരു സംവിധായകനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കുടുംബമെന്ന വ്യവസ്ഥിതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിൽ അദ്ദേഹം പറയുന്ന മറുപടി, കുടുംബമെന്ന വ്യവസ്ഥിതിയെക്കുറിച്ചാണ് സംവിധായകനോട് ചോദിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, കുടുംബമെന്ന് പറയുന്ന സംവിധാനം വളരെ മോശപ്പെട്ട സംവിധാനമാണ്, ഒരു വൃത്തികെട്ട സംവിധാനമാണ് കുടുംബമെന്ന സംവിധാനം. ഇൻ്റർവ്യൂവിൽ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് കുടുംബമെന്ന വ്യവസ്ഥിതി വളരെ മോശപ്പെട്ട വ്യവസ്ഥിതിയാണെന്ന് നിങ്ങൾ പറയുന്നത്? ഇനി പറയുന്ന പോയിൻ്റ് നിങ്ങളെല്ലാവരും അടിവരായിട്ട് മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. ആ സിനിമാ സംവിധായകൻ നൽകുന്ന മറുപടി ഇതാണ്, ഞാനൊരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ 100% എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിൽക്കും. മഹറുമാല വിറ്റ് താലിമാല വിറ്റിട്ടെങ്കിലും എന്നെ ജയിലിൽ നിന്ന് പുറത്തെടുക്കും, ജാമ്യത്തിലെടുക്കും. പക്ഷേ
ഞാനൊരു അന്യ പെണ്ണുമായി അവിഹിതമായ ബന്ധമുണ്ടെന്നറിഞ്ഞാൽ അവൾ എൻ്റെ കഴുത്തിന് പിടിക്കും, ഞാനുമായിട്ട് തെറ്റും. കുടുംബമെന്ന് പറയുന്ന വ്യവസ്ഥിതി പരസ്ത്രീ ബന്ധത്തിന്, അവിഹിതമായ ബന്ധത്തിന് തടസ്സമാണ്. അതുകൊണ്ട് കുടുംബം മോശമാണ്. ഈ ആളുകൾ ഉണ്ടാക്കുന്ന സിനിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സെലിബ്രിറ്റികളെയാണ് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ അനുകരിക്കുന്നത്, നമ്മുടെ മക്കൾ അനുകരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ സമൂഹം നന്നാവുക? ഗൗരവതലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, പരിഹാരം കണ്ടെത്തേണ്ട ഒരു വിഷയമാണ്. ഇവിടെയാണ് വിവാഹം എന്തിനാണ്, കുടുംബ സംവിധാനം എന്തിനാണെന്ന് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ട് വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. കുടുംബമെന്ന് പറയുന്ന സംവിധാനത്തെ ഇസ്ലാം നിയമമാക്കിയത് മനുഷ്യന് സമാധാനം കിട്ടാനാണ്. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ല. കുടുംബത്തിൻ്റെ ഭാഗമായി, സമൂഹത്തിൻ്റെ ഭാഗമായി, ഇണതുണയായി ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയുള്ളൂ എന്ന് ഞാനല്ല പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ സർവാധിനാഥനായ റബ്ബാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ല. കുടുംബമായി, സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മൾ ജീവിക്കണം. ഇത് പറയുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങളും കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഈ സമാധാനമൊന്നും കിട്ടുന്നില്ലല്ലോ. കുടുംബമെന്ന് പറയുന്ന സംവിധാനം, അതിൻ്റെ ലക്ഷ്യം സമാധാനമാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ സമാധാനം ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ഇവിടെയാണ് ഞാൻ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ഗൗരവതലത്തിൽ ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. ഇസ്ലാം ഏതൊരു ലക്ഷ്യം പഠിപ്പിച്ചാലും അതിലേക്കുള്ള മാർഗവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുടുംബമെന്ന് പറയുന്ന കുടുംബജീവിതത്തിലൂടെ സമാധാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ കുടുംബത്തിന് വേണ്ടി സ്വീകരിക്കുന്ന മാർഗം ഏറ്റവും പരിശുദ്ധമായിരിക്കണം. കുടുംബത്തിൻ്റെ പ്രവേശിക എന്ന് പറയുന്നത് വിവാഹമാണ്. നമ്മൾ ആരെ വിവാഹം ചെയ്യുന്നു എന്നത് കുടുംബജീവിതത്തിലെ സംതൃപ്തിക്കും സമാധാനത്തിനും ആശ്വാസത്തിനും ജീവിതത്തിലെ ആസ്വാദനങ്ങൾക്കും മാനദണ്ഡമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആരെ വിവാഹം ചെയ്യുന്നു എന്നത് ഖുർആൻ പറഞ്ഞത് 3 വിഭാഗം ആളുകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. 3 വിഭാഗം ആളുകൾ ആരാണെന്ന് പറഞ്ഞു. ഒന്ന് നമ്മൾ പഠിപ്പിച്ചത് മുഹ്സനാത്തിൻ, നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് പതിവ്രതകളായ സ്ത്രീകളെയാണ്. നമ്മൾ പറയില്ലേ നല്ല സ്ത്രീയാണ്, ദീനുള്ള സ്ത്രീയാണ്, പടച്ചോനെ പേടിയുള്ള സ്ത്രീയാണ്, അവരെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. രണ്ടാമത് ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? ഗൈറ മുസാഫിഹത്തിൻ, പരസ്യമായി വ്യഭിചാരത്തിനിറങ്ങുന്നവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. പരസ്യമായി വ്യഭിചാരത്തിനിറങ്ങുന്നവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഇന്ന് പുതിയ തലമുറ പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്നാൽ എന്താ പ്രശ്നം? ആണും പെണ്ണും ഒന്നിച്ചിരുന്നാലേ പഠനം പാൽപ്പായസമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറക്കിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാണിന് കൈ കൊടുത്താൽ എന്താ പ്രശ്നം? ഒരു ആണിനെ കെട്ടിപ്പിടിച്ചാൽ എന്താണ് പ്രശ്നം? ഒരു ഉമ്മ കൊടുത്താൽ എന്താണ് പ്രശ്നം? നിങ്ങളുടെ മഞ്ഞക്കണ്ണട ഒന്ന് മാറ്റി വെച്ചാൽ മതി എന്ന് പറയുന്ന ഒരു തലമുറക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുണ്ടു ചുവപ്പിച്ച് ഐലൈനറും ഐഷാഡും മുഖത്ത് പുട്ടിയിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു തലമുറക്കിടയിലാണ് ജീവിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആളുകളെ കാണിക്കാൻ വേണ്ടി വേഷം തടത്തി നടക്കുന്ന പെണ്ണിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് കുല്ലു അയ്യനുൻ സാനിയ, ആളുകളെ കാണിക്കാൻ വേണ്ടി വേഷം ധരിക്കുന്ന പെണ്ണ് സഞ്ചരിക്കുന്ന വ്യഭിചാരിണിയാണ്, അവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. മൂന്നാമത് ഖുർആൻ പറഞ്ഞത് വലാ മുത്തഖിദാത്തി യഹ്ദാൻ. ഉമ്മമാരെ, ഇത് അടിവരട്ട് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. വലാ മുത്തഖിദാത്തി യഹ്ദാൻ, രഹസ്യമായ കൂട്ടുകാരിയെ സ്വീകരിച്ചവളെ കല്യാണം കഴിക്കരുത്. അതിന് പ്രണയം എന്ന് പേരിട്ടാലും, ബെസ്റ്റ് എന്ന് പേരിട്ടാലും, ലിവിങ് ടുഗദർ എന്ന് വിളിച്ചാലും, നിങ്ങൾ എന്ത് പേരിട്ടാലും ശരി, പ്രണയത്തിലൂടെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ കുടുംബത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഞാനല്ല പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞതാണ്.
ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നിടത്തിൽ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്, ഒരു പെണ്ണ് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരേണ്ടത് നല്ല മനസ്സുള്ള പെണ്ണായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ഇസ്ലാം പറയുന്നത് അവരുടെ മനസ്സ് മലീമസമാണ്. മലീമസമായ ആ മനസ്സിൻ്റെ ഉടമ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ആരെ വിവാഹം ചെയ്യുന്നു എന്നത് വിവാഹ ജീവിതത്തിലെ സംതൃപ്തിയുടെ, വിവാഹ ജീവിതത്തിലെ സമാധാനത്തിൻ്റെ, വിവാഹ ജീവിതത്തിലെ ആസ്വാദ്യകരമായ ജീവിതത്തിൻ്റെ മാനദണ്ഡമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഇനി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ലഭിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ സാക്ഷാത്കരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താ അറിയാം, നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗമായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം വേണോ, നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗമായിരിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. എങ്ങനെ? വിശ്വാസിയായിക്കൊണ്ട്. വിശ്വാസമെന്ന തറക്ക് മുകളിൽ അമലുകൾ എന്ന് പറയുന്ന ചുമരുകൾ അവൻ പണിയുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. ഞാൻ അവനൊരു വിശിഷ്ടമായ ജീവിതം, സംതൃപ്തകരമായ ജീവിതം, സമാധാനപരമായ ജീവിതം ഞാൻ അവന് നൽകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, മനസ്സിന് സമാധാനം കിട്ടുന്ന, മനസ്സിന് കുളിര് കിട്ടുന്ന രസാവഹമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റണമെങ്കിൽ പരലോകമായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. ദുനിയാവിൽ ജയിക്കണം, ദുനിയാവിൽ എല്ലാവരുടെ മുന്നിലെത്തണം, ദുനിയാവിൽ കയ്യടി കിട്ടണം, ദുനിയാവിൽ ആളുകളൊക്കെ എന്നെ പ്രശംസിക്കണം എന്ന ജീവിതമല്ല, മറിച്ച് പരലോകം ലക്ഷ്യമായി കണ്ട് ജീവിച്ചാൽ അള്ളാഹ് നമുക്ക് സമാധാനം തരും. ഞാനല്ല പറഞ്ഞത്, ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ വചനം കൂടി ഞാൻ ചേർത്ത് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറതു ഹമ്മ. ഒരാളുടെ ജീവിത ലക്ഷ്യം പരലോകമാണെങ്കിൽ, ഒരാളുടെ ജീവിത ലക്ഷ്യം മരണമുണ്ട്, മരണാനന്തരം ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്, അവിടെ ഹിസാബുണ്ട്, അവിടെ സിറാത്തുണ്ട്, എനിക്ക് സ്വർഗത്തിലെത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ ശരിക്കും മനസ്സിലാക്കണം, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി. അവൻ്റെ മനസ്സിൽ പടച്ചോൻ സമാധാനം ഇട്ട് കൊടുക്കും. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലാഹ് സമാധാനം ഇട്ട് കൊടുക്കും. വജമഅലഹു ശംല അവൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അള്ളാഹു അവന് കൊടുക്കും. ഒരിക്കലും ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ അവൻ അങ്ങോട്ട് പോകണ്ട, പടച്ചോൻ ഇങ്ങോട്ട് കൊടുക്കും. ചിലപ്പോൾ നമ്മളൊക്കെ പറയലില്ലേ, സത്യം പറഞ്ഞാൽ മോളെ കല്യാണത്തിൻ്റെ പ്രായത്തിയപ്പോൾ ഒരു 20 വയസ്സായപ്പോൾ ഞാൻ ബേജാറായിരുന്നു. മോളെങ്ങനെ കെട്ടിക്കും, മോനെങ്ങനെ കല്യാണം കഴിപ്പിക്കും, കയറി വരുന്ന പെൺകുട്ടി, കയറി വരുന്ന പുതിയാപ്പിള നന്നാവൂലേ, ഇനി എൻ്റെ മോള് ചെല്ലുന്ന വീടിൻ്റെ അവസ്ഥ, അവിടുത്തെ മരുമകൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരെങ്ങനെയായിരിക്കും. ഭയങ്കര ബേജാറായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു സമാധാനം വരിക, പടച്ചോനെ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു കല്യാണം എൻ്റെ മക്കൾക്ക് കിട്ടിയത്. അതെന്താണെന്നറിയോ, നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിൽ പടച്ചോൻ നമുക്ക് സമാധാനം തരും. ഇതിനേക്കാളും വലിയൊരു ആശ്വാസം, ഇതിനേക്കാളും വലിയൊരു സമാധാനം വേറെ എവിടുന്നാ പ്രിയപ്പെട്ടവർ നമുക്ക് കിട്ടൂല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നമ്മളെ പഠിപ്പിച്ചു, വമൻ കാനത്തി ദുനിയ ഹമ്മ. ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ദുനിയാവാണ്. ദുനിയാവിൽ സുഖിക്കണം, ദുനിയാവിൽ വിജയിക്കണം, ദുനിയാവിൽ വലിയ ആളാകണം, ദുനിയാവിൽ കയ്യടി കിട്ടണം, ദുനിയാവിലെ പേരും പ്രശസ്തിയും ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളും മാത്രമാണ് ഒരാളുടെ ജീവിത ലക്ഷ്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി. ജീവിതത്തിൽ എന്നും ദാരിദ്ര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വഫറഖ അലൈഹി ശംല വലം യഅതിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. ഒരിക്കലും അവൻ ആഗ്രഹിച്ചത് അവന് നേടാൻ പറ്റൂല. നമ്മൾ പറയില്ലേ, എല്ലുമുറിയെ പണിയെടുത്താലും പ്രശ്നങ്ങൾ തീരൂല. മാസത്തിൽ 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ ശമ്പളം വാങ്ങുന്നുണ്ട്, എന്നിട്ടും മാസം 15 ആകുമ്പം വേറൊരാളോട് 50,000 റുപ്യ കടം വാങ്ങാണ്, 10-15,000 റുപ്യ കടം വാങ്ങാണ്. ജീവിതത്തിലൊരു ബറക്കത്തും ഇല്ല. വിശാലമായി കിടക്കുന്ന ഒരു വീടുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്, അതിൻ്റെ ഉള്ളിലോ കബറിന് സമാനമായ ജീവിതം. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതം. സ്വസ്ഥതയും സമാധാനമൊക്കെ ആരാ തരേണ്ടത്? അള്ളാഹ് തരണം. അത് തരണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വേണമെന്നറിയോ? പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത പച്ചയായി നിലനിൽക്കണം. ഇതാണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അരുമ ശിഷ്യൻ അബൂ ഹുറൈറ
റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വസിയത്ത് നൽകുന്നുണ്ട്. അതിലൊന്നാമത്തെ വസിയത്ത് എന്താ അറിയോ? വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അള്ളാഹു വിധിച്ചതിൽ നീ തൃപ്തിപ്പെടുക, എങ്കിൽ നിനക്ക് ജനങ്ങളിൽ ഏറ്റവും നല്ല സമാധാനമുള്ളവനാകാം, ഐശ്വര്യമുള്ളവനാകാം. വർള എന്ന് പറയുന്ന പദത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നിർവചിച്ചത് എങ്ങനെയാണെന്നറിയോ? വർള എന്ന് പറഞ്ഞാൽ നീ തൃപ്തിപ്പെടുക. അതിൻ്റെ അർത്ഥം എന്നറിയോ? സുക്കൂനുൽ ഖൽബി ഇല ഇഖ്തിയാരി റബ്ബി. അള്ള തെരഞ്ഞെടുത്തതിൽ ഹൃദയം സമാധാനിക്കുക. അള്ള തെരഞ്ഞെടുത്ത ഭർത്താവിൽ, അള്ള തെരഞ്ഞെടുത്ത ഭാര്യയിൽ, അള്ള തെരഞ്ഞെടുത്ത മക്കളിൽ, അള്ള തെരഞ്ഞെടുത്ത ജോലിയിൽ, അള്ള തെരഞ്ഞെടുത്ത സമ്പത്തിൽ, അള്ള തെരഞ്ഞെടുത്ത വീട്ടിൽ, അള്ള തെരഞ്ഞെടുത്ത സൗന്ദര്യത്തിൽ സമാധാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന് നിരാശയും നിഷ്ക്രിയത്വവും കടന്നു വരുന്നത് എപ്പോഴാണ്? ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പട്ടിക വിശാലമാകുമ്പോഴാണ്. നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു നല്ല ക്വാളിറ്റി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് നിരാശയും നിഷ്ക്രിയത്വവും കടന്നു വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിലെ പലരും ആത്മഹത്യ അവലംബിക്കുന്നത്. അത് സമാധാനമായി പല ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കൂ, നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു വെക്കുക. നമ്മളെ ഭർത്താവ്, നമ്മൾ ജനിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് അള്ളാഹു നമ്മുടെ രേഖയിൽ രേഖപ്പെടുത്തിയാണ് നമ്മൾ ആരെ കല്യാണം കഴിക്കുന്നത്. ഞാൻ ചിന്തിക്കൽ എന്താ അറിയോ? കോഴിക്കോട് ജില്ലയിലെ കായക്കൊടിയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ പുത്തനത്താണിയാണ്. 120ഓളം കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 120 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ ജനിക്കുമ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ രേഖയിൽ പടച്ചോൻ അതാണ് രേഖപ്പെടുത്തിയത്. എൻ്റെ സ്വഭാവവും എൻ്റെ വ്യക്തിത്വവും അറിയാവുന്നത് ആർക്കാണ്? അള്ളാഹുവിനാണ്. എൻ്റെ സ്വഭാവത്തോട് യോജിച്ച ഒരു പെണ്ണിനെ എനിക്കെൻ്റെ റബ്ബ് നൽകി. അങ്ങനെ തൃപ്തിപ്പെടാൻ ചില ഭർത്താക്കന്മാരൊക്കെ സംസാരത്തിൻ്റെ ഇടയിൽ പറയുന്നൊരു വാചകം എന്താ അറിയോ? സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ഒക്കെ ഒരു 2 ദിവസമേ ഒരു പെണ്ണ് നിൽക്കുള്ളൂ, എൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് എന്നെ സഹിച്ച് നിൽക്കുന്നത് എന്ന് ചില ഭർത്താക്കന്മാരൊക്കെ പറയലുണ്ട്. നമ്മൾ നമ്മുടെ ഭാര്യനെ കുറിച്ച് ചിന്തിച്ചു നോക്കും, നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കും. സത്യം പറഞ്ഞാൽ നമ്മളെ കൂടെ നമ്മുടെ സ്വഭാവങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും കൂടെ ജീവിക്കാൻ പറ്റിയ നമ്മളെ ഭാര്യ തന്നെയാണ്. വേറൊരു പെണ്ണിന് അങ്ങനെ കഴിയില്ല. അത് പടച്ചോ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച്, ഭാര്യൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അതറിയാവുന്ന റബ്ബ് എന്ത് ചെയ്താണ് നമുക്ക് തിരഞ്ഞെടുത്ത് തന്നതാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും, ഭാര്യ ഭർത്ത ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. എന്നാൽ ചില ഭാര്യമാരൊക്കെ പറയാൻ എന്താ അറിയോ? ഭാര്യയും ഭർത്താവും നമ്മൾ തെറ്റുന്ന സമയത്ത് ചില ഭാര്യമാരൊക്കെ പറയാൻ എന്താ അറിയോ? ചില ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരൊക്കെ പറയും, വാപ്പ അന്ന് എന്നോട് പറഞ്ഞിന് അപ്പുറത്തെ വീട്ടിലെ ഒരു ഇക്കാക്കാൻ്റെ മോനുണ്ട്, ഓനെ കല്യാണം കഴിച്ചോന്ന്. അന്നങ്ങനെ ഓനെ കെട്ടിയിട്ടുണ്ട്, കഴിച്ചലായനെ, നിങ്ങളെ ചെറുന്ന് ഞാൻ കഴിച്ചലായനെ എന്നൊക്കെ എന്ത് ചെയ്യലുണ്ട് ചില ഭാര്യമാരൊക്കെ പറയലുണ്ട്. അതേപോലെ തന്നെ ഭർത്താക്കന്മാരും പറയും, എനിക്ക് എൻ്റെ വാപ്പ എൻ്റെ കൂട്ടുകാരൻ്റെ മോളെ കാണിച്ചു തന്നേന്, എന്നാൽ അത് കെട്ടിയാൽ മതിയേനു, എന്നാൽ എൻ്റെ തലേന്ന് ഇജ്ജി ഒഴിഞ്ഞേനെ എന്നൊക്കെ ചില ആൾക്കാർ പറയലുണ്ട്. ഒരിക്കലും അങ്ങനെ നമ്മൾ പറയരുത്. വേറെ കാര്യം എന്താ അറിയോ? മകള് കല്യാണം കഴിച്ചു, എന്തോ ചെറിയ പ്രശ്നം വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ ഉമ്മമാർ പറയുന്ന ഒരു ഡയലോഗ് എന്താ അറിയോ? എന്തോ ചെറിയ പ്രശ്നം കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന ഉമ്മമാർ പറയുന്ന ഡയലോഗ് എന്താ അറിയോ? ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിന് ശരിക്കും അടുക്കള അന്വേഷിക്കണം, അടുക്കള അന്വേഷിക്കാത്തത് കൊണ്ടാണ് നമ്മളെ മോള് വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നത്. ഈമാൻ കാര്യങ്ങൾ എത്രയാ? 6ആണ്. 6ാമത്തെ എന്താണ്? അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശരിഹി. നന്മയും ചിന്മയും അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തത്. എൻ്റെ ഭർത്താവ് എൻ്റെ റബ്ബിൻ്റെ ഖദറാണ്, എൻ്റെ റബ്ബാണ് എനിക്ക് തിരഞ്ഞെടുത്തത്, ഞാനത് തൃപ്തിപ്പെടേണ്ടതുണ്ട്, ഞാനത് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങളെയും അംഗീകരിച്ച് മൂപ്പരെ കൂടെ ജീവിക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് പരമാവധി ക്ഷമിച്ചും സഹിച്ചും ഉൾക്കൊണ്ടും വിട്ടുവീഴ്ച ചെയ്തും നമ്മൾ മുന്നോട്ട് പോകണം. എന്നാൽ അങ്ങനെ വിട്ടുവീഴ്ചയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ, ഭാര്യൻ്റെ അടുത്ത് സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ ഇസ്ലാം കൃത്യമായി ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് നിയമപരമായി വേർപിരിയാനുള്ള തലാഖ് സംവിധാനങ്ങൾ ഇസ്ലാം നിയമമാക്കിയിട്ടുണ്ട്. അതിന് ഘട്ടങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3ാമത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം കിട്ടണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ നമ്മൾ ചിന്തിക്കേണ്ട 1ാമത്തെ കാര്യം ആഖിറമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. 2, അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഭർത്താവാണ് ഭാര്യയാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. 3ാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടണ്ടേ? അതിന് നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഫറഗ് ലി ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക.
അംലഉ സദ്റക ഗിന, ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് സമാധാനം നിറച്ചു തരാം. കുറച്ചല്ല, നിറച്ചും തരാം. എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകണം. 5 നേരത്തെ നിസ്കാരം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ദിക്റുകൾ, ദുആകൾ, റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും ഓർമ്മയും ബോധവും അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പച്ചയായി നിലനിൽക്കുന്നുണ്ടോ? മനസ്സിലായിക്കോളൂ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പടച്ചോൻ സമാധാനം നിറച്ചു തരും. വാസുദ്ദ ഫഖറക്, നിങ്ങളുടെ ദാരിദ്ര്യത്തെ അള്ളാഹു തുടച്ചു നീക്കും. ഇത് ഞാനല്ല പറഞ്ഞത്, ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇല്ലം തഫ്അൽ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, ഇബാദത്തുകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് കൃത്യതയും സൂക്ഷ്മതയും നിത്യതയും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അംലഉ യദൈക ശുഗ്ലൻ വലം അസുദ്ദ ഫഖറക്, എല്ലുമുറിയ പണിയെടുത്താലും നിന്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കൂല, എന്നും പ്രശ്നങ്ങളായിരിക്കും. എത്ര കിട്ടിയാലും മതിയാവില്ല. അതെന്താണെന്നറിയോ? അത് പടച്ചോൻ്റെ അടുത്തു നിന്നുള്ളൊരു ബറക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. പടച്ചോൻ്റെ അടുത്തു നിന്നുള്ളൊരു ബറക്കത്ത്, റഹ്മത്ത് അതില്ലാത്തത് കൊണ്ടാണ്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഇബാദത്തുകളുടെ വിഷയത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും നിത്യതയും കൃത്യതയും സൂക്ഷ്മതയും നമുക്ക് ഇബാദത്തുകളുടെ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്നത് നമസ്കാരമാണ്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് സൂക്ഷ്മതയുണ്ടാകണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം, കുടുംബത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ തകർക്കുന്ന ഒരു സമീപനവും ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ വീട്ടിൽ സ്ഥിരമായി ജോലിക്ക് വരുന്നൊരു പെണ്ണ്, അവർ ജോലിക്ക് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ കയറിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണവും പൈസയൊക്കെ ഉള്ള അലമാര ശരിക്ക് പൂട്ടിയിട്ട് എന്ത് ചെയ്യും? ചാവി എടുത്തു വെക്കും. കാരണം എന്താ? ആ വീട്ടിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്? അവരെടുത്താണെന്നാണ് ഉണ്ടാകുക. ഈ ഒരു അവസ്ഥ ഭാര്യ ഭർത്താവിനെക്കുറിച്ചും ഭർത്താവ് ഭാര്യനെക്കുറിച്ചും അങ്ങനെ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ജീവിതത്തിന് എന്ത് സ്വസ്ഥതയും സമാധാനം മുന്നോട്ട് പോകാൻ പറ്റുമോ? ഞാൻ പലപ്പോഴും പറയില്ല, എന്താ അറിയോ, ഭർത്താവിൻ്റെ മൊബൈലിൻ്റെ ലോക്ക് ഭാര്യ അറിഞ്ഞോട്ടെ, ഭാര്യൻ്റെ മൊബൈലിൻ്റെ ലോക്ക് ഭർത്താവ് അറിയട്ടെ. ഒരു ദിവസം എങ്ങാനും മൊബൈൽ എടുത്തിട്ട് ഭാര്യ ചോദിക്കാണ്, ഇതിൻ്റെ ലോക്ക് എന്താണ്? ഇതുവരെ ഞാൻ അറിയുന്ന ലോക്കായിരുന്നല്ലോ, ഇപ്പം എന്താ ഞാൻ അറിയാത്ത ലോക്ക്? അത് പറഞ്ഞുതരാനൊന്നും പറ്റൂല, അത് പറഞ്ഞുതരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്. അപ്പം ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഇതിലുണ്ടല്ലേ, ഞാൻ കാണാൻ പാടില്ലാത്ത ആരോടും നിങ്ങൾ വിളിക്കണ്ടല്ലേ എന്നെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എനിക്ക് അത്ഭുതം തോന്നുന്നതെന്ന് വെച്ചാൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നം. അങ്ങനെ മൂപ്പർ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഭർത്താവിനെ സംസാരിക്കാൻ ഭാര്യ സമ്മതിക്കണില്ല, ഒരു നിലക്കും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ ഇവളോട് ചോദിച്ചു, ശരി ഭർത്താവിന് സംസാരിക്കാൻ അവസരം കൊടുക്കണ്ടേ? അവർ പറഞ്ഞു, അങ്ങനെ സംസാരിച്ചാൽ പറ്റില്ല, മൂപ്പർ എന്തെങ്കിലും നുണ പറയും, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഇവനോട് ചോദിച്ചു, അവളെ മാറ്റി നിർത്തി. അപ്പോൾ ഇവൻ പറഞ്ഞതെന്ന് വെച്ചാൽ, രാത്രി ബാത്റൂമിൽ പോയ സമയത്ത് ഫോണിൽ എന്ത് ചെയ്തു? ബെല്ല് വന്നു. ബെല്ലടിച്ചപ്പോൾ എന്ന് വെച്ചാൽ, ഞാൻ ബാത്റൂമിലാണ്, ഭാര്യയാണ് കണ്ടത്. ജമീല എന്നുള്ളൊരു പേരാണ് അതിൽ വന്നത്. ജമീല എന്നുള്ളൊരു പേര്. രാത്രി 11 മണിക്ക് ജമീല എന്നുള്ളൊരു പെണ്ണിൻ്റെ ഫോൺ വന്നാൽ സ്വാഭാവികമായിട്ടും ഏത് ഭാര്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളൊന്ന് പൊള്ളും. ഞാൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥ തന്നെയായിരിക്കും. സംഭവം എന്ന് വെച്ചാൽ, ഇവൻ്റെ ഈ ബാത്റൂമിൽ കയറിയ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഫോൺ നമ്പർ ഇവൻ്റെ അടുത്ത് നിന്ന് മിസ്സായപ്പോൾ എന്ന് വെച്ചാൽ, ഓൻ്റെ കൂട്ടുകാരനുണ്ട്, ഓൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് എന്തുണ്ട്? ഇവൻ്റെ ബന്ധാണ്. കൂട്ടൻ്റെ അടുത്ത് എടാ ഇത്തന്നെ നമ്പർ പോയി, എൻ്റെ അടുത്ത് എൻ്റെ നമ്പർ എന്ന് വെച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഓൻ ഫീഡ് ചെയ്യുന്നത് എന്താണ്? ജമീല എന്നാണ് ഫീഡ് ചെയ്തത്. ആ ജമീല എന്നുള്ള നമ്പർ എന്ത് ചെയ്തു? അങ്ങനെ തന്നെ ഇവന് അയച്ചപ്പോൾ അവൻ സേവ് ചെയ്തപ്പോൾ ജമീല എന്നുള്ള പേര് തന്നെ സേവ് ചെയ്തപ്പോൾ രാത്രി വന്നിട്ട് വിളിച്ചപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും ഭാര്യ കാണുന്ന ഒരു ജമീല. ഇവനാണെങ്കിൽ ആ പെങ്ങൾ വിളിക്കൽ കുഞ്ഞോള് എന്നാണ്, കുഞ്ഞോളെന്നാണ് വിളിക്കൽ. അപ്പോൾ ഇത് കുഞ്ഞോളല്ലല്ലോ, ജമീലയാണല്ലോ, സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഭാര്യനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവൾ പറയാണ്, ഏതൊരു ജമീല വിളിക്കണ്ടേ, ഞാൻ കുറച്ച് ദിവസമായി നോട്ട് ചെയ്യുന്നത്. ഈ ജമീല ഇന്നും ഇന്നലും വിളിക്കാൻ തുടങ്ങിയല്ല, കുറച്ച് ദിവസമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു, മോളെ ജമീല എൻ്റെ നമ്പറൊന്ന് ഈ എടുക്കുന്ന പറഞ്ഞു, എൻ്റെ മൊബൈൽ എടുക്കുന്നു പറഞ്ഞു. നമ്പർ പറഞ്ഞു കൊടുത്തു. അവർ നമ്പർ എടുത്ത് അടിച്ചു നോക്കുമ്പോൾ എന്താണ്? ഇയാളെ പെങ്ങളാണ്, ഇവള് നാത്തൂനാണ്. പ്രശ്നം തീർന്നു. എന്താ വെച്ചാൽ, ഒരു സംശയമുണ്ടായിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ ഒരു ഖബറിന് സമാനമായിരിക്കും പിന്നെ ആ വീട്ട്.
ഖബറിന് സമാനമായിരിക്കും പിന്നെ ആ ജീവിതം. ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, നമ്മൾ പലരുമായിട്ടും ബന്ധം ഉണ്ടാവും. നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് പലരും നമ്മൾ വിളിക്കും. എല്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇതാരാന്നറിയോ, എൻ്റെ സ്ഥാപനത്തിലെ സ്റ്റാഫാണ് കേട്ടോ. ചിലപ്പോൾ അവർ ഇന്ന സമയത്തൊക്കെ വിളിച്ചെന്നൊക്കെ വരും. ഇജു ഫോൺ എടുത്തോ, ഒരു പ്രശ്നമില്ല. ഇതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ഓപ്പണാക്കി വെച്ചാൽ വലിയ പ്രശ്നമില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആണുങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് ഫോൺ ഓപ്പണാക്കിയിട്ട് ഭാര്യൻ്റെ മുമ്പിൽ വെക്കാൻ എത്ര ആൾക്കാർക്ക് ധൈര്യമുണ്ട്? നമ്മളെ പല ആളുകൾക്കും ഫോണ് ഭാര്യൻ്റെ മുമ്പിൽ ഓപ്പണാക്കി തുറന്നു വെച്ച് കൊടുക്കാൻ പേടിയാണ്. അതെന്താ അറിയോ, അതിൽ പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. പലരോടും അയക്കാൻ പറ്റാത്ത മെസ്സേജ് നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്. ബേജാറാണ്, ചങ്കിന് പിടിക്കും, നമുക്ക് ബേജാറുണ്ട്. ഒരു സംശയം വന്നോ പിന്നെ മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കും എന്നറിയോ? നിങ്ങളെന്നാൽ നിങ്ങളെ ബൈക്ക് പോയിക്കോളി, എനിക്കും ഫോണൊക്കെ ചെയ്താൽ വിളിച്ചാൽ കിട്ടുന്ന ആൾക്കാർ ഇവിടെ വേറെ ഉണ്ട്. കേരളത്തിൽ പുതിയ കണക്കെന്താ അറിയോ, 2611 പെണ്ണുങ്ങളാണ് വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളാണ് അന്യ പുരുഷന്മാരുടെ കൂടെ ഓടിപ്പോയത്. ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ, അയൽവാസിൻ്റെ കൂടെ, കുടുംബക്കാരൻ്റെ കൂടെ. ഏത് ചെറിയ പെൺകുട്ടികളല്ല, വലിയ കല്യാണം കഴിഞ്ഞ് 2-3 മക്കളുള്ള ആൾക്കാർ 18-20 വയസ്സുള്ള ചെറുപ്പക്കാരുടെ കൂടെ ഒളിച്ചോടി പോകുന്നത്. ഇതൊക്കെ എന്താ? നിലവിൽ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ പറയണമെന്ന് വെച്ചാൽ, വിശ്വാസം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ആ വിശ്വാസത്തെ തകർക്കുന്ന ഒരു സമീപനവും ഭാര്യമാരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. വളരെ പ്രധാനമാണ്. 4ാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താ അറിയോ, സഹോദരിമാരെ, കുടുംബജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഒരു പെണ്ണ് കുടുംബജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കുടുംബജീവിതത്തിലേക്ക് അവർ കടന്നു വന്നാൽ അവരാദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ സ്വർഗം എൻ്റെ ഭർത്താവാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി ഒരു സ്വഹാബ വനിത കടന്നു വന്നു. ദീനൊക്കെ പഠിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അള്ളാൻ്റെ റസൂൽ അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ, അദാത്തു റജുലിൻ അൻതി, നിനക്ക് ഭർത്താവുണ്ടോ? അവർ പറഞ്ഞു, നബിയെ എനിക്ക് ഭർത്താവുണ്ട്. അടുത്ത ചോദ്യം എന്താ അറിയോ, കൈഫ അൻതി ലഹു, നിന്റെ ഭർത്താവിനോട് നീ എങ്ങനെയാണ് പെരുമാറാറുള്ളത്? അവർ പറഞ്ഞു, ലാ ആലുഹു ലാ ഉഖസ്സിറു ഫീ ഖിദ്മതിഹി ഷൈഅ, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിൽ, എൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നതിൽ, എൻ്റെ ഭർത്താവിന് വഴിപ്പെടുന്നതിൽ, എൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുന്നതിൽ ഒരു കുറവും ഞാൻ ഇന്നു വരെ വരുത്തിയിട്ടില്ല. അടുത്ത വാചകം എന്താ അറിയോ, വഅലമി, ഏ സഹോദരി നീ പഠിച്ചു വെക്കുക, അന്നഹു ഹുവ ജന്നതുകി വനാറുകി, നിന്റെ സ്വർഗമാണ് നിന്റെ ഭർത്താവ്, നിന്റെ നരകമാണ് നിന്റെ ഭർത്താവ്. എൻ്റെ സ്വർഗമാണ് എൻ്റെ ഭർത്താവ് എന്നൊരു പെണ്ണ് തിരിച്ചറിഞ്ഞാൽ ഇനി പറയുന്ന കാര്യങ്ങൾ എളുപ്പമാണ്. ഒരു പെണ്ണിൽ നിന്ന് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് റെസ്പെക്റ്റ്, ബഹുമാനമാണ്. ബഹുമാനം എന്നുള്ളത് അത് ചോദിച്ചിട്ട് കൊടുക്കേണ്ടതല്ല, അത് അറിഞ്ഞു കൊടുക്കേണ്ടതാണ്. എൻ്റെ സ്വർഗമാണ് എൻ്റെ ഭർത്താവ്, ഞാൻ ബഹുമാനിക്കണം എൻ്റെ ഭർത്താവിനെ. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാനൊരു കുട്ടികൾക്കിടയിൽ ഞാനൊരു അധ്യാപകനാണ്. കുട്ടികൾക്കിടയിൽ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടീൻ്റെ പേന നിലത്ത് വീണു. ആ പേന ഞാൻ എടുത്തിട്ട് ആ കുട്ടീൻ്റെ കൈ കൊടുക്കും. ആ സന്തോഷമാണ്, കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് കണ്ടിട്ട് വേറൊരു കുട്ടി എന്നോട് പറയാണ്, സാറേ എൻ്റെ ബാഗിലുണ്ട് മാത്സിൻ്റെ നോട്ടാന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇതേ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളത്. എന്നൊന്ന് ബഹുമാനിക്കുമോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയാണ് പല ഭർത്താക്കന്മാർക്കുള്ളത്. ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. അത് ഏതൊരു ഭർത്താവും ഒരു പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇതെന്താ അറിയോ, ഈ ബഹുമാനവും ആദരവൊക്കെ വരികയെന്നറിയോ, ഇതൊക്കെ എന്താ വെച്ചാൽ, ഭർത്താവിൻ്റെ വിലയും നിലയൊന്നും മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ ജീവിതകാലത്ത് ചിലപ്പം മനസ്സിലാവില്ല. അവരും മരിച്ച് നമ്മുടെ മുന്നിലേക്ക് അവരുടെ ജീവനില്ലാത്ത ശരീരം കൊണ്ടുപോയി വെക്കുന്നൊരു സമയമുണ്ട്. അന്ന് മനസ്സിലാവും ഭർത്താവില്ലാത്തതിൻ്റെ വില, ഭർത്താവിൻ്റെ നില, ഭർത്താവില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന വേദന. ഒരു ഭാര്യ ഭർത്താവ് മരണപ്പെട്ടൊരു സഹോദരിയായിട്ട് സംസാരിക്കുമ്പോൾ, അവരുടെ കുടുംബമൊക്കെ ഉണ്ട്, അവരോട് സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതെന്താ വെച്ചാൽ, ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, എനിക്ക് പുതിയ കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്കൊരിക്കലും എൻ്റെ ഭർത്താവ് അല്ലാത്ത ഒരാളെ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം അവർ പറഞ്ഞൊരു വാചകം എന്താ അറിയോ, സത്യം പറഞ്ഞാൽ ഞാൻ നടു റോട്ടിലൂടെ നടക്കുമ്പോൾ, ഞാൻ എവിടെ പോകുമ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നത് ഒരു വൃത്തികെട്ട കണ്ണുമായിട്ടാണ്. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതൊരു പെണ്ണിൻ്റെ തണലാണ്. ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു പെണ്ണ് പറയാൻ,
ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ തണലാണ്. ആ തണല് നഷ്ടപ്പെട്ടാൽ പിന്നെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും നോക്കുക എങ്ങനെയാണെന്നറിയോ? ഒക്കെ ഭർത്താവൊന്നുമില്ല, ഓളൊന്ന് വിളിച്ചാൽ കിട്ടും, ഓളൊന്ന് സംസാരിച്ചാൽ എനിക്ക് വഴിപ്പെടും എന്നൊരു ചിന്തയോടുകൂടിയാണ് ആൾക്കാരൊക്കെ നോക്കുക. ആ നോട്ടത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്തറിയോ? ഭർത്താവ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഭർത്താവിൻ്റെ വില നിലയും നമ്മൾ മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മാറത്തടിച്ചിങ്ങനെ കരയും, സങ്കടപ്പെട്ടിങ്ങനെ കരയും. അവസാനം ഭർത്താവിൻ്റെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടുപേരുടെ തോള് കൈയിട്ടിട്ട് അല്ലേ മയ്യത്ത് അവസാനം കണ്ട് കൊണ്ടുപോവാണ്, പള്ളിയിലേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവസാനം നമ്മൾ ചെല്ലും. എന്നിട്ട് അന്ത്യ ചുംബനം നൽകി ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം വരും. എന്താ ചോദ്യം എന്നറിയോ? ഒരു നല്ല ഭാര്യയാകാൻ എനിക്ക് പറ്റുമോ? എൻ്റെ ഭർത്താവ് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ എനിക്ക് പറ്റുമോ പഠിച്ചോനെ എന്നൊരു വല്ലാത്തൊരു തേങ്ങൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അതിനെന്താ അറിയോ? മരിക്കുന്നതിന് മുമ്പ് എന്താ അറിയോ? അവരുടെ വിലയും നിലയും മനസ്സിലാക്കി അവരെ ആദരിക്കാനുള്ളൊരു നല്ല മനസ്സ് പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഉള്ള കാലം നമുക്ക് കുറഞ്ഞ കാലമേ ഉള്ളൂ. നമ്മുടെ ആയുസ് എത്രയാ? 60 വയസ്സിൻ്റെ 70 വയസ്സിൻ്റെ ഇടയിലാണ്, കുറഞ്ഞ ആയുസേ ഉള്ളൂ. ആ ഉള്ള ആയുസ് എന്ത് ചെയ്യാന്നറിയോ? ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുക, സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങനെ ജീവിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? അനുസരണം എന്നുള്ളതാണ്. രണ്ടാമത്തത് അനുസരണം. അനുസരിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് പറയുമ്പോഴാണ് പല പെൺകുട്ടികളും എന്ത് ചെയ്യാറിയോ, പല സഹോദരിമാരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് പറയുമ്പോൾ തല താത്തും. അതെന്താ വെച്ചാൽ അനുസരണത്തിൻ്റെ വിഷയത്തിൽ പല സഹോദരിമാരും പിറകിലാണ്. അനുസരിക്കാൻ 2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ ടിപ്സ് എന്താ അറിയോ? എൻ്റെ ഭർത്താവ് എൻ്റെ സ്വർഗമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും ഭർത്താവിനെ അവർ അനുസരിക്കുക തന്നെ ചെയ്യും. അതിലൊരു സംശയമില്ല. ഇനി എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്താ പറയുക? ഇതിൻ്റെ കൂടെ നമ്മുടെ മുഖ്യ ശത്രു ആരാ? ഞാൻ എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പറയലുണ്ട്, ഒരിക്കലും നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മല്ല, നമ്മുടെ ഭർത്താവിൻ്റെ സഹോദരിമാരല്ല. പിന്നെ ആരാ നമ്മുടെ മുഖ്യ ശത്രു? ശൈത്താനാണ്. ശൈത്താൻ്റെ പണി എന്താ? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യനെയും ഭർത്താവിനെ തെറ്റിക്കുക, കുടുംബം കലക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന ഇബ്ലീസ് യലഉ അർശുഹു അലൽ മാ, ഇബ്ലീസ് തൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് തൻ്റെ സഹചാരികളോട് അവൻ പറയുന്ന ചില വാചകങ്ങളുണ്ട്, നീ എല്ലാവരെയും പിഴപ്പിച്ചു വരൂ. അങ്ങനെ ഇബ്ലീസിൻ്റെ കൂട്ടാളികളൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നാളെ പേപ്പിച്ചു. ഒരാൾ വന്നിട്ട് ഇബ്ലീസിനോട് പറഞ്ഞു, ഞാനൊരു കുടുംബത്തിൻ്റെ പിന്നാലെ കൂടി, എന്നിട്ട് രണ്ടുപേരെയും തൊലാക്ക് ചൊല്ലി വേർപിരിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസ് എന്താ ചെയ്തതെന്നറിയോ? ആ ശൈത്താനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നിയമ അൻതാണ്, നീയാണ് കൂട്ടത്തിൽ ഏറ്റവും കൂറുള്ള ആൾ എന്ന് പറഞ്ഞാൽ കുടുംബം കലക്കലാണ് ശൈത്താൻ ഇബ്ലീസിൻ്റെ കൂട്ടരെ പണി. അപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്യുന്നറിയോ? നമ്മളെ കുടുംബത്തിലേക്ക് കയറി വന്നിട്ട് കലക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കലക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം ഏതാണെന്നറിയോ? ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഭാര്യമാരൊക്കെ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, എന്താ അറിയോ? വെള്ളിയാഴ്ച വിളിച്ചിട്ട് ചോദിക്കും, നാളെ ശനിയാണ്, മറ്റന്നാൾ ഞായറാണ്, 2 ദിവസം സ്കൂളില്ല, ഒന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. സ്വാഭാവികമാണ്. വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഭർത്താവ് പറയാം, എന്താ ശനിയും ഞായറുമാണ് മദ്രസ ഉള്ളത്, കുട്ടികൾക്ക് ദീന് കിട്ടുന്ന ദിവസം 2 ദിവസമേ ഉള്ളൂ മദ്രസേൻ്റെ ദിവസം. ആ 2 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഞായറാഴ്ച ദിവസം എന്ത് ചെയ്യാം? മദ്രസ വിട്ടിട്ട് നമുക്കൊന്നിച്ച് എൻ്റെ ഉമ്മനെ പോയി കാണാം. അതിനെന്താ കുഴപ്പം? നമുക്കൊന്നിച്ച് പോയാൽ പോരെ? നിൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയല്ലേ? കുട്ടികളെ മത പഠനം ഒഴിവാക്കിയിട്ട് ദീന് പഠനം ഒഴിവാക്കിയിട്ട് നമ്മളെങ്ങനെ പോകണോ? ഇനി അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് പോകാം, അത്ര വലിയൊരു അത്യാവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭാര്യ അന്ന് പറയാം, എന്താ അറിയോ? എന്നാൽ ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ചെല്ലും. അവിടുത്തെ ഇത്താത്തയായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് അവരോട് പറയും, ഞാൻ ഇക്കാക്കാനോടൊന്ന് ചോദിച്ച് ഞാനൊന്ന് പോയിക്കോട്ടെ. അപ്പോൾ ഇക്കാക്ക പറഞ്ഞ് ഇന്ന് പോകണ്ട, ഇനി അടുത്ത ഞായറാഴ്ച പോവാം. അപ്പം ഇത്താത്ത പറഞ്ഞു കൊടുക്കുക, എന്താ അറിയോ? എൻ്റെ ഭർത്താവ് ഇജ്ജ് പറഞ്ഞൊന്നും കേൾക്കൂല. എന്ത് ഭർത്താവാണ്? ഞാനൊക്കെ ചോദിക്കാൻ കൂടെ വേണ്ട, എന്നെ അപ്പം തന്നെ എൻ്റെ ഭർത്താവ് വിടും. ഇങ്ങനെ വിട്ടാൽ പറ്റൂല. നമ്മളെ പിടുത്തത്തിൽ നമ്മളെ ഭർത്താവിനെ കിട്ടണം, നമ്മൾ പറഞ്ഞിടത്തിൽ നമ്മളെ ഭർത്താവ് നിൽക്കണം. അതിനെന്ത് ചെയ്യണമെന്നറിയോ? ഭർത്താവിൻ്റെ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ ഒരു ശക്തമായ നിലപാട് നമ്മൾ എടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? അങ്ങനെ വിട്ടാന്നും പറ്റൂല. അങ്ങനെ പിറ്റേത്തെ ആഴ്ച എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഭാര്യ വിളിക്കും, ഭർത്താവിനെ വിളിച്ചിട്ട് പറയും, പിന്നെ ഞാനും മക്കളും കൂടെ ഒന്ന് വീട്ടിൽ പോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്താ ചോദിച്ചത്? ഞാനും മക്കളും കൂടെ ഒന്ന് വീട്ടിൽ പോയിക്കോട്ടെ എന്നാണ്. അടുത്ത ആഴ്ച ചോദിക്കാൻ എന്താ പറയുക? ശൈത്താൻ അങ്ങോട്ട് തലേ കയറി. ശൈത്താൻ പറഞ്ഞു കൊടുത്തു, അങ്ങനെ തന്നെ ചോദിച്ചോ, 10-20 കൊല്ലമായില്ലേ മൂപ്പരെ കൂടെ ജീവിക്കുന്നു, ഇനിയും മൂപ്പരോടൊക്കെ ചോദിച്ചിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. നിങ്ങൾ 4-5 മക്കളെ പ്രസവിച്ചില്ലേ, 4-5 മക്കൾ ഉമ്മയല്ലേ, ഇനി നിങ്ങൾ മൂപ്പരെ ഒഴിവാക്കൊന്നുമില്ല, നിങ്ങൾ തന്നെയാണ് മൂപ്പരെ ഭാര്യ, അതുകൊണ്ട് ഇവരോട് ചോദിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ശൈത്താൻ ഇങ്ങനെ എന്ത് ചെയ്യുന്ന അറിയോ? വയുഹ്സിനൂന സുൻആ, ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കി തോന്നിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാം? ഭർത്താവിനോട് പറയും, ഞാനെന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറയും. ആ സമയത്തെങ്ങാനും ഭർത്താവ് അങ്ങനെ പോവുകയാണെങ്കിൽ ചെന്ന് പോയി നോക്ക്, പിന്നെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും, പിന്നെ ഞാൻ എന്നെ കൂട്ടാൻ വരില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് അങ്ങനെ എതിര് നിന്നാലുണ്ടല്ലോ,
പിന്നെ ഇവരെ സ്വഭാവം അറിയാം. ഇവിടുത്തെ പെണ്ണുങ്ങളല്ല കേട്ടോ, ഇവിടുത്തെ നല്ല പെണ്ണുങ്ങളാണ്, അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ. അടുത്ത ഡയലോഗ് എന്തായിരിക്കും എന്നറിയോ? നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയാൻ, കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഈ നിമിഷം വരെ നമ്മൾ ചെയ്ത മൈന്യൂട്ട് നെഗറ്റീവ് ഉണ്ടല്ലോ, അതെടുത്ത് പറയും. നിങ്ങൾ വലിയ ഡയലോഗ് നിങ്ങൾ കഴിഞ്ഞ ദിവസം സുബൈക്ക് പള്ളിയിൽ പോയിനോ, നിസ്കരിക്കാൻ പോയിനോ, നിങ്ങൾ ജുമാക്ക് പോയിനോ, നിങ്ങൾ ഇപ്പല്ലേ വലിയ നിസ്കാരത്തിൻ്റെ നോമ്പിൻ്റെ ഒക്കെ ആളെ, നിങ്ങൾ എത്ര മാസം നോമ്പെടുക്കാതെ നിന്നിട്ടുണ്ട്. ഈ ഡയലോഗുകൾ മുഴുവൻ ഇങ്ങനെ പറഞ്ഞോടുകൂടി നമ്മളെന്ത് ചെയ്യുന്നറിയോ? അസ്സലാമു അലൈക്കും, ഇപ്പം തന്നെ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറയും. ഇപ്പം തന്നെ നമ്മൾ കൊണ്ടാക്കി തരാമെന്ന് പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും ഭർത്താവിനെ അനുസരിക്കണം. അത് അനുസരിക്കാനുള്ള രണ്ടാമത്തെ ടിപ്സ് എന്താ അറിയോ? രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അനുസരിക്കുന്നത് എൻ്റെ ഭർത്താവിനെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അനുസരിക്കാൻ ശൈത്താൻ സമ്മതിക്കൂല. ഭയങ്കര ഈഗോ ക്ലഷായിരിക്കും. ഞാൻ മൂപ്പരനുസരിക്കേ. നിങ്ങൾ നോക്കിയേ, ഭാര്യയും ഭർത്താവും തെറ്റിക്കഴിഞ്ഞാൽ ഭാര്യ അങ്ങോട്ട് പോയിട്ട് മിണ്ടാന്നുള്ളത് അതൊരു 60%, ഒരു 20% ഉണ്ടാവുള്ളൂ. ഒരു 30% കൂട്ടിക്കോളി. ബാക്കി 70% ഭർത്താക്കന്മാർ അങ്ങോട്ട് ചെന്നിട്ടാണ് മിണ്ടുക. ഒരിക്കലും ഭാര്യയും ഭർത്താവും തെറ്റിക്കഴിഞ്ഞാൽ ഭാര്യ ഇങ്ങോട്ട് വന്നിട്ട് മിണ്ടുന്നൊരു സ്വഭാവം ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട്, ഫാത്തിമ പിന്നെ എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണ്, ഇഞ്ചൊന്നും വിചാരിക്കല്ലേ. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എണീറ്റ് പോകണമെങ്കിൽ ഒരു ചായ ഇട്ടണം, ഒരു ദോശ ഇട്ടണം, ഇതൊക്കെ ചെയ്യണം. ഒരു 2 ദിവസം ഇവർ പണി മുടക്കി കഴിഞ്ഞാൽ അടുക്കളേൻ്റെ അവസ്ഥ അല്ലേ, അകത്തിൻ്റെ അവസ്ഥ, റൂമിൻ്റെ അവസ്ഥ, നമ്മുടെ ഡ്രസ്സിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് ബേജാറാവും. നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഇവരെത്തി എന്നിട്ട് എന്ത് വരും, കയ്യും കാലം പിടിക്കുന്ന പോലെ നമ്മൾ പറഞ്ഞിട്ട് പറയും, ഫാത്തിമ ഒന്ന് ക്ഷമിക്കേ, പറ്റിപ്പോയതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തറിയോ? ഇവിടെ ഹദീസുകളെ മുന്നിൽ വെച്ചിട്ട് പണ്ഡിതന്മാർ പറയാണ്, ഭർത്താവിനെ അനുസരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനിടയിൽ ഉണ്ടാകേണ്ടത്, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ എൻ്റെ ഭർത്താവിനല്ല അനുസരിക്കുന്നത്, ഞാൻ എൻ്റെ റബ്ബിനെയാണ് അനുസരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ട് അനുസരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്, ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനല്ല അനുസരിക്കുന്നത്, മറിച്ച് ഞാൻ എൻ്റെ റബ്ബിനെയാണ് അനുസരിക്കുന്നത് ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയും. മാത്രമല്ല, സ്വർഗത്തിലെ പെണ്ണിനെ കുറിച്ച് പറയുന്നിടത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിന്നെ സ്വർഗത്തിലെ പെണ്ണെന്ന് പറയുന്നത് വദൂദുൻ വലൂദുൻ, ധാരാളം പ്രസവിക്കുന്നവരാണ്, ധാരാളം സ്നേഹമുള്ളവരാണ്. ഭർത്താവെങ്ങാനും ഭാര്യനോട് തെറ്റിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലായിക്കോളി, സ്വർഗത്തിലെ പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, ഭർത്താവെങ്ങാനും ഭാര്യനോട് തെറ്റിക്കഴിഞ്ഞാൽ ഭാര്യ രാത്രി ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ ചെന്നിട്ട് ഭർത്താവിൻ്റെ കൈകളിലേക്ക് തൻ്റെ 2 കൈകളും ഭർത്താവിൻ്റെ കൈയിൻ്റെ പള്ളയിലേക്ക് വെക്കും. വെച്ചിട്ട് പറയും, എന്താ പറയാന്നറിയോ? നിങ്ങളെന്നെ തൃപ്തിപ്പെടുന്നത് വരെ ഞാനിന്ന് ഉറങ്ങൂല. അപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കും, പടച്ചോനെ സ്വർഗത്തിലെ പെണ്ണിനെ കിട്ടിയാൽ മതിയേനും, സ്വർഗത്തിലെ പെണ്ണിനെ കിട്ടിയാൽ മതിയേനും. നിങ്ങളൊന്ന് ആലോചിച്ചു, ഭർത്താവ് കൈപ്പള്ളയിലേക്ക് വെച്ചിട്ട് പറയും, എന്താ പറയുന്നറിയോ? നിങ്ങൾ തൃപ്തിപ്പെട്ടാലേ ഞാനിന്ന് ഉറങ്ങുള്ളൂ, എൻ്റെ കൺപോളകൾ ഞാൻ നടക്കണമെങ്കിൽ നിങ്ങൾ എന്നെ തൃപ്തിപ്പെടണം. നിങ്ങളൊന്ന് ആലോചിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പെണ്ണിൽ നിന്നൊരു പുരുഷൻ ആഗ്രഹിക്കുന്നത് ശാരീരികമായ സംതൃപ്തിയാണ്. മാനസികമായി തൻ്റെ ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം ശാരീരികമായും ഒരു പെണ്ണിന് തൻ്റെ ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. രാത്രി 12 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് നമ്മൾ ഭാര്യനോട് പറയാണ്, ഫാത്തിമ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചായയും ഒരു പഴം പുഴുങ്ങിയതോ അങ്ങനത്തെ ഒരു മുട്ട പുഴുങ്ങിയതോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും നല്ല ക്ഷീണിച്ച് അവശയായി കിടക്കുന്ന ഭാര്യ നമ്മളോട് പറയും, ടേബിളിൻ്റെ മുകളിലുള്ള വെള്ളത്തിലേക്ക് ചൂണ്ടിയിട്ട് പറയും, കക്ക ആ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ആ വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന സഹോദരന്മാർ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഒരു തെറ്റുമില്ല. എന്നാൽ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ തൻ്റെ വിരിപ്പിലേക്ക് വിളിച്ചിട്ട് ആ വിളിക്ക് അവൾ ഉത്തരം ചെയ്തില്ലെങ്കിൽ അന്ന് രാത്രി മുതൽ പ്രഭാതം വരെയും മലക്കുകളുടെ ശാപമുണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ശാരീരികമായ സംതൃപ്തി അത് എവിടുന്നാണ് കിട്ടേണ്ടത്? അത് ഭാര്യൻ്റെ അടുത്ത് നിന്നാണ് കിട്ടേണ്ടത്. എന്നാൽ വെള്ളം, ഭക്ഷണം ഇതൊക്കെ എവിടുന്ന് കിട്ടുമെന്ന് അറിയോ? 24 മണിക്കൂർ ഓപ്പണായ ഹോട്ടലുകളുണ്ട്, ഒരു പ്രശ്നവും. ഉമ്മൻ്റെ അടുത്ത് പോയാൽ കിട്ടും, സഹോദരിൻ്റെ അടുത്ത് പോയാൽ കിട്ടും, കുടുംബക്കാരുടെ അടുത്ത് പോയാൽ കിട്ടും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയാൽ കിട്ടും. പക്ഷേ ശാരീരികമായ സംതൃപ്തി അത് എവിടുന്നാണ് കിട്ടേണ്ടതെന്ന് അറിയോ? അവനാൻ്റെ ഭാര്യൻ്റെ അടുത്ത് നിന്നാണ് കിട്ടേണ്ടത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഒരു പെണ്ണ് അലങ്കാരം സ്വീകരിക്കേണ്ടത് എവിടെയാണ്? ഏറ്റവും നല്ല കോസ്മെറ്റിക്സ് ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? അങ്ങാടി പോകുമല്ല. ഏറ്റവും നല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? സൗദി അറേബ്യ നിങ്ങൾ പരിശോധിച്ചു, അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കേണ്ടത് അതെവിടെയാണെന്നറിയോ? അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലാണ്. അവർ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം എവിടത്തേക്ക് അവർ വാങ്ങാമെന്നറിയോ? അവരുടെ ബെഡ്റൂമിലേക്കാണ്.
നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ എങ്ങനെയാണെന്നറിയോ? ഏറ്റവും പഴകിയ ഒരു 150 കൊല്ലെങ്കിലും പഴക്കമുള്ള, ഞാൻ ഒരു തമാശയായിട്ട് പറഞ്ഞാണ് കേട്ടോ, ഏറ്റവും പഴയ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവനെൻ്റെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് വരിക. എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട കളർ ഇന്നതാണെന്ന് എനിക്കറിയാം. എന്താ ആ ഡ്രസ്സ് ഇട്ട് വന്നാൽ ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞെന്താ അറിയോ? ഭയങ്കര സങ്കടത്തോടു കൂടി പറഞ്ഞെന്താ വെച്ചാൽ, ഉസ്താദേ എൻ്റെ ഭാര്യയൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്കൊരു കാര്യം എന്താ അറിയോ, ഒന്ന് കുളിച്ച് വരാമെന്ന് പറയൂ. ഒന്ന് കുളിച്ചിട്ട് അടുക്കാൻ പറ്റണില്ല, തല മണത്തിട്ട് അടുക്കാൻ പറ്റണില്ല. ഇതൊക്കെ എന്താ അറിയോ, ചില ആൾക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വൃത്തിയും വെടുപ്പും എന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കുളിച്ച് വൃത്തിയായി ഭർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഉമ്മുസ്ലൈം റളിയല്ലാഹു അൻഹ മകൻ രോഗിയായി കിടക്കുന്ന മകനെ ശുശ്രൂഷിക്കുമ്പോൾ മകൻ മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മകൻ മരിച്ചു. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു മകൻ മരിക്കുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ഒരു പെണ്ണ് ചപലയാകേണ്ട മാറത്തടിച്ച് കരയേണ്ട സന്ദർഭമാണ്. എന്നിട്ട് പോലും ക്ഷമിച്ചു സഹിച്ചു. എന്നിട്ട് മകനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഒരു ഭാഗത്ത് മാറ്റിക്കിടത്തി. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന സമയത്ത് ഭർത്താവിന് വേണ്ടി കാത്തിരുന്നു, അല്ല ഒരുങ്ങിയിരുന്നു. ഭർത്താവിനെ വന്ന് സ്വീകരിച്ചു, അവർക്ക് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. എന്നിട്ട് അന്ന് ശാരീരികമായി ബന്ധപ്പെടുക പോലും ചെയ്തു എന്നാണ്. എന്നിട്ടാണ് ഭർത്താവിനോട് ഭാര്യ ചോദിക്കണത്. എന്താ ചോദിക്കണമെന്നറിയോ? കക, പിന്നെ ഒരാളോട് നമ്മൾ കടം വാങ്ങിയാൽ അയാൾ തിരിച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കണ്ടേ? ആ കൊടുക്കണം, എന്നാലേ നമ്മളെ കുട്ടീനെ റബ്ബ് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ഉടനെ അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ അറിയോ? മുസ്ലിം, ക്ഷമയുടെ വിഷയത്തിൽ നീ എന്നെ അതിജയിച്ചിരിക്കുന്നു, കവച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹു പൊട്ടി കരയുന്നതാണ് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഭർത്താവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് അത് വളരെ പ്രധാനമാണ്. ഭർത്താവിനെ കാത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം ആർക്കാ കാത്തിരിക്കാൻ നേരം? ഏത് ഡോറ് തുറന്നിട്ട് എൻ്റെ ഭാര്യ എൻ്റെ വാതിൽ തുറക്കണം, എൻ്റെ ഭാര്യൻ്റെ കയ്യിൽ ഇത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരാ ഭർത്താക്കന്മാരൊക്കെ. 24 മണിക്കൂർ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഫോണിലാണ്. ഫോണിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ഒരുപാട് ഗ്രൂപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. 8ാം ക്ലാസ് പഠിച്ചൊരു ഗ്രൂപ്പുണ്ട്, 9ാം ക്ലാസ്സിൻ്റെ വേറൊരു ഗ്രൂപ്പുണ്ട്, 10ാം ക്ലാസ്സിൻ്റെ വേറൊരു ഗ്രൂപ്പുണ്ട്, പിന്നെ PDഗ്രിക്കോ അല്ലെങ്കിൽ +2നോ പഠിച്ച ഒരു ഗ്രൂപ്പുണ്ട്, ഡിഗ്രിക്ക് പഠിച്ച വേറൊരു ഗ്രൂപ്പുണ്ട്, PhDന് പഠിച്ച വേറൊരു ഗ്രൂപ്പുണ്ട്, PGൻ്റെ വേറൊരു ഗ്രൂപ്പുണ്ട്, പിന്നെ നാട്ടിലെ PSC കോച്ചിങ് ക്ലാസ്സിന് പോയ ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട്. പിന്നെ നാട്ടിലെന്താ വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താക്കന്മാരുടെ ആണുങ്ങളുടെ മാത്രം ഭാര്യമാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, പിന്നെ അമ്മായിമ്മമാർ മാത്രമുള്ള ഗ്രൂപ്പ്, അമ്മായി മാത്രമുള്ള ഗ്രൂപ്പ്, പിന്നെ നാട്ടിലെ ഗീബത്തും നമീമത്തും ഫസാദൊക്കെ പറയാൻ വേറൊരു ഗ്രൂപ്പ്, പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മാനെ മാത്രം കുറ്റം പറയാൻ ആണുങ്ങളുടെ ഭാര്യമാർ മാത്രമുള്ള വേറൊരു ഗ്രൂപ്പ്. ഈ ജാതി എല്ലാ ഗ്രൂപ്പിലും നമ്മളെ പെണ്ണുങ്ങൾ മെമ്പർമാരാണ്, പടച്ചോൻ്റെ ഗ്രൂപ്പിൽ മെമ്പറല്ല. നാട്ടിലൊരു ഖുർആൻ ക്ലാസ് നടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതിലൊന്നും നമ്മളില്ല. പിന്നെ ബാക്കി എല്ലാ ഗ്രൂപ്പിലും. എന്നിട്ട് പണ്ട് 4ാം ക്ലാസ് പഠിച്ച ജോസഫിനെ വിളിച്ചിട്ട് ചോദിക്കുക, എന്താടോ എൻ്റെ കോലം പഴയ കോലം തന്നെയാണല്ലോ, ഓനായിട്ട് ചാറ്റ് ചെയ്യുക. നിങ്ങൾ നോക്ക്, പുതിയ ട്രെൻഡ് എന്താ അറിയോ? 4ാം ക്ലാസ് പഠിച്ച 5ാം ക്ലാസ് പഠിച്ച ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഓനെ വിളിച്ചിട്ട് ചാറ്റ് ചെയ്യുക, ഓൻ്റെ പൊളിച്ചു കൊടുക്കുക. ഇതാണ് പുതിയ ട്രെൻഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പുതിയ കാലത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു പെണ്ണിൽ നിന്ന് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ശാരീരികമായ സംതൃപ്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ വിഷയത്തിൽ ഇപ്പം എന്താ പറയുക, കേരളത്തിലെ പുതിയൊരു സെൻസസ് പ്രകാരം അഭിസാരി പെണ്ണിൻ്റെ, വൃത്തികെട്ട പെണ്ണിൻ്റെ വാതിൽ മുട്ടുന്നവരുടെ കണക്കിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിലവിൽ ഭാര്യേൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സംതൃപ്തി കിട്ടാത്തത് കൊണ്ടാണ്. ഒരൊറ്റ ഹദീസ് കൂടെ പറയാം. വഇദാ അബ്സറ അഹദുക്കും ഇംറഅ, ഒരാൾ അങ്ങാടി കൂടെ നടക്കുകയാണ്, ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഒരു പെണ്ണിനെ കണ്ട് എന്തോന്ന് മനസ്സ് തോന്നി. എന്താ ചെയ്യേണ്ടത്? ഫല്യറുദ്ദ ഇലാ അഹ്ലി, ഫല്യഅതി ഇലാ അഹ്ലി, അവൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ഫയറുദ്ദു മാ ഫീ നഫ്സി, അപ്പോൾ അവൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് ചെന്നാൽ അവൻ്റെ മനസ്സിലുള്ള രോഗത്തിന് അത് പരിഹാരമാണ്. ഇതാണ് ഒരാണ്. പല സ്ഥലങ്ങളിലേക്കും പോകും, പല സ്ഥലങ്ങളിലും ആളുകളോട് സംസാരിക്കും, ഇടപെടും. ആ സമയത്തൊക്കെ മനസ്സിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം അവനവൻ്റെ വീട്ടിലാണ്. ഇത് അനുഭവിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് ഭർത്താക്കന്മാർ അവിഹിതമായ ബന്ധങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ ആ വിഷയത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ പറയാനുള്ള മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോടാണ്. ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഭാര്യമാർ വിചാരിക്കുക എന്താ വെച്ചാൽ, ഇത് ഞങ്ങളെ മാത്രം അടിക്കാനുള്ള ഒരു പണിയാണ്, ഇവരൊന്നും പറയണില്ലല്ലോ എന്നാണ്. ഞാൻ കണ്ണൂർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ലുഹറിന് പിന്നെ അസറിന് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു പേപ്പർ കിട്ടി. പേപ്പർ കിട്ടിയില്ല എന്താ വെച്ചാൽ ഉസ്താദ് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയൂ, എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയോ, ഭർത്താവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഭർത്താക്കന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു നല്ല ഭർത്താവിനെ പഠിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 ഭാര്യമാരുണ്ട്, മരിക്കുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ട്. ഒരു ഏറ്റവും നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അത് പ്രകടമാകുന്നത് സമൂഹത്തിൻ്റെ മുന്നിലല്ല. നമ്മളെ പറ്റിയൊക്കെ നാട്ടിൽ ചെന്നിട്ട് ചോദിച്ചാൽ ആളുകൾ പറയും, ആ താടി വെച്ച ആളല്ലേ, ആ വെള്ള ഡ്രസ്സ് ഇടുന്ന ആളല്ലേ, ആ എന്നും ചിരിക്കുന്ന ആളല്ലേ, നമ്മളെന്തെങ്കിലും ഫണ്ടൊക്കെ ചോദിച്ചാൽ പൈസ ഒക്കെ തരുന്ന ആളല്ലേ, ആ നല്ല മനുഷ്യനാണ് കേട്ടോ, മൂപ്പര് നല്ല ഉഷാറാണ് എന്ന് നാട്ടുകാർ പറഞ്ഞാൽ നമ്മൾ നല്ലവനല്ല. മറിച്ച് ഒരാൾ നല്ലവനാണെന്ന് പറയേണ്ടത്, ഒരാൾ നല്ലവനാണെന്ന് തീരുമാനിക്കുന്നത് അവനവൻ്റെ ഭാര്യയോട് അവൻ എങ്ങനെ പെരുമാറുന്നു എന്നതിൽ നിന്നാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം പ്രകടമാകുന്നത് അവൻ്റെ മാതാപിതാക്കളോട്, അവൻ്റെ മക്കളോട് അവൻ എങ്ങനെ പെരുമാറുന്നു എന്നതിൽ നിന്നാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം പ്രകടമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ അവനവൻ്റെ ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഹദീസ് കൂടെ ഞാൻ എൻ്റെ കൂടെ ചേർക്കാം. ആ ഹദീസ് കൂടെ നമ്മൾ മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ വിഷയത്തിൻ്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. എന്താണെന്നറിയോ? ആ വിഷയം എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഒരു മനുഷ്യൻ്റെ ഈമാൻ അത് പരിപൂർത്തീകരിക്കപ്പെടുന്നത്, ഒരു മനുഷ്യൻ്റെ ഈമാൻ അത് പരിപൂർത്തീകരിക്കപ്പെടുന്നത് അൽതഫഹും ബി അഹ്ലിഹി, താൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മൃദുലമായി പെരുമാറുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ഈമാൻ പ്രകടമാകുന്നത്. നിങ്ങൾ നോക്ക്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് എന്താ? ഇസ്ലാമിലെ പെണ്ണിന് നിലയില്ല, ഇസ്ലാമിലെ പെണ്ണിന് വിലയില്ല, ഇസ്ലാമിലെ പെണ്ണിന് സ്ഥാനമില്ല, അവർക്ക് പരിഗണനയില്ല, ഒരു സ്വാതന്ത്ര്യമില്ല. പരിശുദ്ധ ഇസ്ലാം പറയുന്നത്, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് മാന്യമായി സംസാരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈമാൻ പൂർണ്ണാകൂല എന്നാണ്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്, ഇങ്ങോട്ട് നോക്ക്, നിക്കാഹിൻ്റെ സദസ്സിന്ന് ഒരു പെണ്ണിൻ്റെ ബാപ്പ നമ്മളെ കൈപിടിച്ചിട്ട് നമ്മളോട് പറയാണ്, മോനെ 18 കൊല്ലം പൊന്നുപോലെ നോക്കി എൻ്റെ മോളെ ഇത് ഏൽപ്പിച്ചേരാണ്, അള്ളാനെ സാക്ഷി നിർത്തി, ഈ ആൾക്കാരെ സാക്ഷി നിർത്തി ഏൽപ്പിച്ചേരാണ്. അപ്പോൾ ഭർത്താവ് പറയണ എന്താ? ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാനെ സാക്ഷി നിർത്തി, ജനങ്ങളെ സാക്ഷി നിർത്തി, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ വാചകത്തിന് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം എന്താ അറിയോ? മീസാക്കൻ ഹരീല, അതിശക്തമായ ബലിഷ്ഠമായ കരാർ എന്നാണ്. അത് നമുക്ക് തോന്നുമ്പോൾ ചവിട്ടാനും കുത്താനുള്ള ലൈസൻസ് അല്ല ഞാൻ സ്വീകരിച്ചു എന്നുള്ള പദം. നമുക്ക് തോന്നുമ്പോൾ ചവിട്ടാനും കുത്താനുള്ള ലൈസൻസ് അല്ല ഞാൻ സ്വീകരിച്ചു എന്നുള്ള പദം. മറിച്ച് അതൊരു അമാനത്താണ്, അതൊരു വിശ്വസ്തതയാണ്, അതൊരു അമാനത്താണ്. ആ അമാനത്ത് നിർവഹിക്കുന്നതിൽ അമാന്തം കാണിച്ചാൽ സ്വർഗം വരെ നമുക്ക് നഷ്ടപ്പെടും. അത് വളരെ ഗൗരവതരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാരെന്ന് പറയുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന്, റബ്ബിൽ നിന്നും സ്വീകരിച്ചൊരു വലിയ കരാറാണ്, അതൊരു അമാനത്താണ്. ആ അമാനത്ത് നിർവഹിച്ചാലേ നമുക്ക് നാളെ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഭാര്യമാരെ സ്നേഹിക്കാൻ, ഭാര്യമാരെ ബഹുമാനിക്കാൻ, ഭാര്യമാർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ, ഭാര്യമാരോട് സംസാരിക്കാനുള്ളൊരു സമയം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമുക്ക് കണ്ടെത്തണം. ഭാര്യമാർക്ക്, നിങ്ങൾ നോക്കൂ, കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കും. കഴിഞ്ഞോ? അതൊരു ഷോക്കാണ്. അത് നമുക്ക് സൈക്കോളജി പറയുമ്പോൾ ഷോക്ക് പറയാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആരാണ്? ഒരു പെണ്ണാണ്. ഞാൻ ഒരൊറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു പെണ്ണിൻ്റെ രാവിലത്തെ ജോലി എന്താണ്? രാവിലെ എഴുന്നേൽക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, കുട്ടികളെ എഴുന്നേൽപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു, ഡ്രസ്സ് മാറ്റുന്നു, അവർക്ക് ലഞ്ച്, സ്നാക്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? അവർക്ക് ബാഗിലാക്കി കൊടുക്കണം. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇത് ചെയ്യണം ആര്? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. രാവിലെ 5 മണിക്ക്, 5:10 ബാങ്ക്, 5:20 നിസ്കരിച്ചു. 20 നിസ്കരിച്ചപ്പോൾ ഭാര്യയ്ക്ക് തോന്നാണ് ഒരു അരമണിക്കൂർ കിടക്കാം.
ഒരു 6 മണിക്ക് അടുക്കള കയറാമെന്ന് വിചാരിച്ച് ഒരു 1/2 മണിക്കൂർ കിടക്കാൻ വേണ്ടി കിടന്നു. അലാറം വെച്ചിട്ടാണ് കിടന്നത്. എഴുന്നേറ്റതോ ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങി 6:30 മണിക്കാണ് എഴുന്നേറ്റത്. 1/2 മണിക്കൂർ കൊണ്ട് എന്തൊക്കെ ചെയ്യണം നിങ്ങൾ നോക്ക്. 1/2 മണിക്കൂർ എന്തൊക്കെ ചെയ്യണം? 1/2 മണിക്കൂർ കൊണ്ട് കുട്ടികൾക്ക് രാവിലെ പോകുമ്പോൾ ചായ കൊടുക്കണം, അതിനുള്ള കടി കൊടുക്കണം, പിന്നെ ലഞ്ച് വേണം, അവർക്കുള്ള സ്നാക്സ് വേണം, അവരെ കുളിപ്പിക്കണം, അവർക്കുള്ള ഡ്രസ്സ് അയൺ ചെയ്യണം. ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ഭാര്യ. അതോടുകൂടി ഒരു ഇവൻ്റ് മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉണ്ടാകുക എന്നറിയോ? 1/2 മണിക്കൂർ സമയം എന്താ ഉണ്ടാകുക? കൈ വറക്കാൻ തുടങ്ങും, ഹൃദയം പടക്കാൻ തുടങ്ങും, പിന്നെ കാണുന്നവരോടൊക്കെ ദേഷ്യമായിരിക്കും. പിന്നെ അവിടെ എന്താ ഉണ്ടാകുന്നറിയോ? ക്ഷേത്രത്തിലൊക്കെ കാണില്ലേ വാളും പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ ഉറഞ്ഞുകൊള്ളുന്നത്? ക്ഷേത്രത്തിൽ കാണില്ലേ? എന്താ അതിന് പറയാ? പിന്നെ വെളിച്ചപ്പാടിൻ്റെ അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാകുക. വെളിച്ചപ്പാടിൻ്റെ അവസ്ഥ. പിന്നെന്താ അറിയോ? ഒരു ദോശ കല്ലുമല ഒന്നങ്ങോട്ട് ഇട്ടിട്ട് ഇവിടുന്ന് വിളിക്കും, പിന്നെ മുഹമ്മദ് അല്ലെങ്കിൽ റഫീഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാത്തിമ എഴുന്നേക്കെന്ന് പറഞ്ഞ് പറയും. എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെന്നിട്ട് വിളിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചട്ടകം എടുത്തിട്ടാണ് ചെല്ലുക. ഇത്ര സമയമായിട്ട് എഴുന്നേറ്റിട്ടില്ലേ? പിന്നെ അവിടെ ഒരു യുദ്ധക്കളായിരിക്കും. ബദറു ഉദു ഹന്തൊക്കെ ഒന്നിച്ച് അവിടെ നടക്കും. ഇതായിരിക്കും അവിടെ ഉണ്ടാകുക. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്നത് നമ്മുടെ ഭാര്യമാരാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരെന്ത് അറിയോ? അടുക്കളയിൽ എന്ത് അറിയോ? ഒന്ന് ചെല്ലുക ഫാത്തിമാൻ്റെ അടുത്ത്. ഫാത്തിമ ഇജ്ജ് എന്തിനെങ്ങനെ ബേജാറാവണ്? ഇജ്ജ് ഭക്ഷണം ഉണ്ടാക്കിയോ? കുട്ടികളെ ഞാൻ എന്ത് ചെയ്യുക? കുട്ടികളെ ഞാൻ കുളിപ്പിച്ചോളാം, ഞാൻ വിളിച്ചോളാം. കുട്ടികളെ നമ്മൾ കുളിപ്പിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അവരെ കുളിപ്പിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ ഭർത്താക്കന്മാരെ, മനസ്സ് തുറന്നിട്ടാണ് ചോദിക്കണത്. നമ്മൾ കുളിപ്പിച്ചാൽ, കുട്ടികളെ നമ്മൾ കുളിപ്പിച്ചാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് പോവോ? ഇല്ലല്ലോ. അവർക്ക് നമുക്ക് ഭക്ഷണം കൊടുത്തൂടെ? നമുക്ക് ഡ്രസ്സ് എടുത്തൂടെ? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയൊക്കെ നിങ്ങളുടെ ഭാര്യൻ്റെ ഒരു പരിധി വരെ സ്ട്രെസ് കുറക്കാൻ പറ്റും. അടുക്കളയിൽ ഭാര്യമാരെ സഹായിച്ചിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ പറയൂ, ഇനി ഒരിക്കലും ഈ ചങ്ങായിന് പ്രസംഗം എങ്ങോട്ട് കൊണ്ടുവരരുത്. കാരണം എന്താ അറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാര്യങ്ങളൊക്കെയും സ്വന്തമായി ചെയ്തു. ഡ്രസ്സ് അലക്കി. നിങ്ങൾ ഉള്ളതും കൂടി ചെയ്തിരുന്നു, ഇല്ലാതാക്കരുതെന്നല്ലേ നിങ്ങൾ പറയണത്? നിലവിൽ കിട്ടിക്കൊണ്ടുവരുന്നത് നിങ്ങൾ ഇല്ലാതാക്കരുത് പ്രസംഗത്തിലൂടെ എന്നല്ലേ? ആടിനെ കറന്നിരുന്നു. അടുക്കളയിൽ ഗോതമ്പ് മാവ് കുഴച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് നാളെ അരിപ്പൊടി വരുത്തിയിട്ട് ഭർത്താവിന് കൊടുക്കണമെന്ന് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അടുക്കളയിൽ ഭാര്യനെ സഹായിച്ചിരുന്നു. നിറം ഭാര്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, ഭാര്യ അനുഭവിക്കുന്ന മെൻ്റൽ സ്ട്രെസ്സ് അത് കുറച്ചു കൊടുക്കാൻ ഭാര്യമാരുടെ കൂടെ എന്ത് ചെയ്യാന്ന് പറയുക? ഒന്ന് അടുക്കള കയറി കൊടുക്കുക. ചിലപ്പോൾ എന്താ പറയുക? ഭാര്യമാർ പറയും നിങ്ങളൊന്നും ചെയ്തു തരണ്ട, എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി. ഇനി മാത്രമല്ല, ഒരു ദിവസം നമ്മളെ ഭാര്യ പറയാണ്, എന്ത് എനിക്കിന്ന് നല്ല തലവേദനയാണ്, എന്താ നമ്മൾ ചെയ്യുക? അപ്പം നമ്മൾ പറയാണ് ആയിക്കോട്ടെ, തലവേദനയല്ലേ, ഒരു പ്രശ്നമല്ലേ, നമുക്ക് പുറത്തു നിന്ന് ഫുഡ് കൊണ്ടുവരാം. അപ്പം ഭാര്യ എന്താ പറയാന്നറിയോ? ഏയ് വേണ്ട, വെറുതെ പുറത്തത്തെ ഫുഡൊന്നും വാങ്ങണ്ട, ഇന്ന് ഞാൻ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളും, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നറിയും. എന്നാൽ അടുത്ത ദിവസവും ഇതേപോലെ തലവേദന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇന്നലെ ഞാൻ പുറത്തുനിന്ന് വാങ്ങാന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? പുറത്തുനിന്ന് വാങ്ങാമെന്ന് ഇന്നലെ പറഞ്ഞു തലവേദനയായിട്ട്. അപ്പോൾ പറഞ്ഞു പുറത്തത്തെ ഭക്ഷണം കുട്ടിക്ക് കൊടുക്കണ്ട, ഇപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാൾക്കും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം തലവേദനയായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് ചോദിച്ചില്ല. എന്ത് ചോദിച്ചില്ല? ഇന്ന് പുറത്തുനിന്ന് വാങ്ങണമെന്ന് ചോദിച്ചില്ല. അതോടുകൂടി പിന്നെ അവിടെ നടക്കുക എന്താ അറിയോ? അവിടെ വേറൊരു ബദർ നടക്കും. നിങ്ങൾ നോക്ക്, പനിച്ച് കിടന്ന് തലവേദനയായിട്ട് കിടന്ന് നിങ്ങൾ ചോദിച്ചെന്നോട്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ എങ്ങനെന്താ അറിയോ? നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നിർത്തിവെക്കരുത്. നമ്മൾ പരമാവധി ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതെന്താ അറിയോ? അവരെ പരിഗണിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണം. അവർക്ക് തോന്നുകയാണ് എന്നെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും. നമ്മളുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. നമ്മൾ വണ്ടിമേൽ ഇങ്ങനെ പോകുന്നുണ്ടാവും, മനസ്സ് മുഴുവൻ നമ്മളെ ഫാത്തിമയായിരിക്കും. മനസ്സ് മുഴുവൻ ഇന്ന് രാത്രി ചെന്നാൽ എന്തായിരിക്കും എന്നോട് പറയുക? എന്തായിരിക്കും ഇന്ന് പ്രശ്നം ഉണ്ടാകുക? ഇന്ന് എന്തിൻ്റെ പേരിലായിരിക്കും ഇന്ന് പ്രശ്നം ഉണ്ടാകുക? ഇതായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. ഒരു കോൺസെൻട്രേഷനും ഇബാദത്തിൽ കിട്ടൂല, നമ്മൾ ചെയ്യുന്ന ജോലി കിട്ടൂല, ഒന്നിലും കിട്ടൂല. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഭാര്യമാർക്ക് പറയാനുള്ളതൊക്കെയും കേൾക്കാനുള്ളൊരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം. നല്ലൊരു കേൾവിക്കാരനാകണം. ഭാര്യയ്ക്ക് പറയാനുള്ളതൊക്കെ അവർ പറയട്ടെ. നിങ്ങളൊന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ഒരു പെണ്ണും നമുക്കിടയിലുള്ള ഒരു പ്രശ്നവും ഒരാളോടും അവർ പറയില്ല. അവർ ക്ഷമിച്ച് സഹിച്ച്. നിങ്ങൾ നോക്കൂ, കുടുംബത്തിൽ ഇത്രയധികം ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടവർ നമ്മുടെ ഭാര്യമാരല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. നമ്മുടെ പ്രശ്നം ഉമ്മനെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ? ബാപ്പാനെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ? സഹോദരിനെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ? അനിയത്തിനെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ? അയൽവാസിനെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ പ്രശ്നങ്ങൾ അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഭർത്താവിനെ കുറിച്ചുള്ള ന്യൂനത ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവ് അങ്ങനെയാണല്ലേ, ഒരു വൃത്തിയിട്ട മനുഷ്യല്ലേ, ഈ കൺസെപ്റ്റിലാണ് പിന്നെ അയാളെ കാണുള്ളൂ. അതോടുകൂടി നമ്മുടെ മനസ്സെന്ത് ചെയ്തു? എൻ്റെ ഭർത്താവിനെ പറ്റി ഓളെന്താ അങ്ങനെ വിചാരിക്കണത്?
നിങ്ങൾ നോക്ക്, നമ്മുടെ സംസാരത്തിൽ നിന്നാണ് ആ ഒരു തെറ്റായ ധാരണ വന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു പെണ്ണെന്ത് ചെയ്യൂല, ഭർത്താവിൻ്റെ ന്യൂനതകൾ വേറൊരാളോട് പറയില്ല. അതുകൊണ്ട് എന്താ അറിയോ, നമ്മുടെ ന്യൂനതകൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്താ എനിക്കൊരു മുഖത്തൊരു വാട്ടം, എന്താ എൻ്റെ പ്രശ്നം, പിന്നെ നിങ്ങൾ ഇന്നലെ എന്നോട് അത് ചെയ്തില്ലേ, അത് ഭയങ്കര മോശമായി, എന്താ ഞാൻ ചെയ്ത മോശമായി എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യമാണ്, അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എടാ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല, ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, അതുകൊണ്ട് പറ്റിപ്പോയതാണ്, ഇനി അങ്ങനെയാണ് ഞാൻ എന്നോട് ക്ഷമ ചോദിക്കാം, ഇജെൻ്റെ പെണ്ണല്ലേ, ഇജെൻ്റെ ഫാത്തിമല്ലേ, എനിക്ക് നീ അല്ലാതെ വേറെ ആരാ ഉള്ളത്, ഒന്ന് കുറച്ച് നേരം ഓരോരുത്തൊന്ന് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ, ഓൾക്ക് അത്ര സന്തോഷം ഉണ്ടാകുന്ന വേറൊരു കാര്യം വേറെ ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ, പരിഗണന. വാക്കുകൊണ്ട് പരിഗണിക്കണം, സമീപനങ്ങൾ കൊണ്ട് പരിഗണിക്കണം, പെരുമാറ്റം കൊണ്ട് പരിഗണിക്കണം. അതാണ് ഒരു പെണ്ണ് ഏതൊരു ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ എന്താ അറിയോ, ലവ്, സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് ഭർത്താക്കന്മാരൊക്കെ പറയാൻ എന്താ അറിയോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടൊക്കെ സ്നേഹമില്ലാതിരിക്കും ഉസ്താദ്, നിങ്ങൾ എന്തായി പറയുന്നത്, ഞങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, അത് ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചു. ഒന്നു എടുത്തിട്ട് പള്ളിയിൽ പോവാണ്, വയലിൽ വെച്ചിട്ട് ഭാര്യനെ കണ്ടു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടു, കൈ പിടിച്ചിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. സ്നേഹം പ്രകടിപ്പിക്കുകയാണ്, അത് പ്രകടിപ്പിക്കാനുള്ള മാർഗ്ഗമാണ്, അത് കാരുണ്യത്തിൻ്റെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഒരു യുദ്ധത്തിൻ്റെ യാത്രയിൽ അവർ മുന്നിലിങ്ങനെ നടന്നപ്പോൾ സഹാബത്തിനോട് പറയാണ്, സഹാബത്ത് നിങ്ങൾ കുറച്ച് മുന്നിൽ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുന്നിൽ പോകാൻ ഒരു യുദ്ധത്തിൻ്റെ യാത്രയാണ്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂൽ ചോദിക്കുക, നമ്മളൊന്ന് ഓടിയാലെന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും ഓട്ട മത്സരം നടത്തി. അന്ന് റസൂൽ പരാജയപ്പെട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കളിയാക്കി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ അറിയോ, തോറ്റുമില്ലേ, എന്നോട് ഓടിയിട്ട് തോറ്റുമില്ലെന്ന് പറഞ്ഞു. റസൂൽ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നടക്കണം. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നമ്മളൊന്ന് ഓടിയില്ലെന്ന് ചോദിച്ചു. ഓടുകയെന്ന് പറഞ്ഞു. അന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പരാജയപ്പെടുത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജയിച്ചു. അന്ന് ആയിഷ ബീവിനോട് പറഞ്ഞു, അന്ന് എന്നെ പരാജയപ്പെടുത്തിയതിന് പകരാണിത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ പുതിയാപ്പിളേനെ പിടിച്ചിട്ട് അങ്ങാടി കൂടി ഓടണമെന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് എന്താ വെച്ചാൽ, നമ്മുടെ ഭാര്യമാർക്ക് സന്തോഷിക്കാൻ, ഭാര്യമാർക്ക് ആനന്ദിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി കൊടുക്കണം. അവരോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. അവർക്ക് തോന്നണം എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ട് എന്നുള്ളത്. അത് ഭർത്താവിന് എന്തെങ്കിലും പറ്റിയിട്ട്, അല്ലെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കണ്ണെന്ന് കണ്ണീര് ഒലിപ്പിച്ചത് കൊണ്ടല്ല സ്നേഹം ഉണ്ടാകുക. ആ സമയത്തല്ല, എല്ലാ സമയത്തും അവർക്ക് ഫീൽ ചെയ്യണം, എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യണം, ഭാര്യയ്ക്ക് ഫീൽ ചെയ്യണം, ഭർത്താവിനും ഫീൽ ചെയ്യണം. അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ കെയറിങ് എന്നത് വളരെ പ്രധാനമാണ്. ഏതൊരു പെണ്ണിനെയും ഭർത്താവ് കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഭാര്യ എവിടത്തേക്കങ്ങ് പോകുന്ന സമയത്ത് നമ്മളൊന്ന് വിളിക്കുക, പിന്നെ ഈ ബസ്സിലാണോ പോകുന്നത്, ഓട്ടോയിലാണോ പോകുന്നത്, ബസ്സിലാണ് പോകുന്നത്, എന്നാൽ എത്തിയ ഉടനെ എന്ത് ചെയ്യണം, എനിക്ക് കോൾ ചെയ്യണം കേട്ടോ. ഒന്നുമില്ല, എൻ്റെ ഭർത്താക്കന്മാരെ നമുക്ക് ഇത്ര പണിയുണ്ടോ, ഫാത്തിമ ഈ ഒന്ന് അവിടെ എത്തിയാൽ ഒന്ന് കോൾ ചെയ്യണം കേട്ടോ, അവിടെ എത്തി ഒന്ന് കോൾ ചെയ്തു, എവിടെ എത്തിയില്ലേ, അൽഹംദുലില്ലാഹ് സമാധാനമായി. പിന്നെ തിരിച്ച് കയറുമ്പോൾ എത്ര മണിക്കാണ് കയറുന്നതെന്നൊന്ന് പറയണം കേട്ടോ. ഇനി എങ്ങാനും ബസ് കിട്ടാത്തൊരവസ്ഥ, ഇവിടെ വന്നിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഓട്ടോ കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ എന്നൊന്ന് വിളിക്കണ്ടേ കേട്ടോ എന്ന് പറഞ്ഞിട്ടല്ലോ. അവർക്ക് നൽകുന്ന ഓരോ പരിഗണനയും, അവർക്ക് നൽകുന്ന ഓരോ കെയറിങ്ങും അവരുടെ ജീവിതത്തിൽ നമ്മളോടുള്ള മതിപ്പും നമ്മളോടുള്ള സ്നേഹവും നമ്മളോടുള്ള ഇഷ്ടവും വർദ്ധിപ്പിക്കുമെന്ന കാര്യം യാതൊരു സംശയവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അവസാനിപ്പിക്കാണ്, സമയം ഓവറായി എന്നുള്ള ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി അവസാനിപ്പിക്കാണ്, ഒറ്റ കാര്യം കൂടെ പറയട്ടെ. പടച്ചോ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ മക്കൾ. പുതിയ കാലമെന്ന് പറയുന്നത്, നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ സ്ക്രീനിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. സ്ക്രീനിൻ്റെ മുമ്പിൽ മൊബൈൽ അഡിക്ഷൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ ചെറുതല്ല, വലിയ ദുരന്തങ്ങളാണ്, വലിയ വെല്ലുവിളികളാണ് മൊബൈൽ കൊണ്ട്, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ മക്കൾ അനുഭവിക്കുന്നത് എന്ന കാര്യം യാതൊരു സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ നമ്മുടെ മക്കൾ ഇരിക്കുന്നതിലൂടെ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അമിതമായ ഉപയോഗം ആത്മഹത്യയിലേക്കും മാനസികമായ രോഗത്തിലേക്കും ഡിപ്രഷനിലേക്കും നമ്മുടെ മക്കളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. പുതിയ കണക്കെന്താ അറിയോ, പ്യൂബർട്ടി സ്റ്റേജ് കഴിഞ്ഞ് ടീനേജ് അഥവാ അഡോളസൻസ് 13 to 19 വയസ്സുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ലോകത്ത് കണ്ടുവരുന്നതെന്നാണ്. അതിന് ഏറ്റവും വലിയ കാരണം എന്താ അറിയോ, അവർ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റാണ് എന്നാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ നോക്കൂ, ഇവിടെ സുൽത്താൻ ബത്തേരി 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തു.
ആ 2 കുട്ടികളെക്കുറിച്ചുള്ള പഠനം നടത്തിയപ്പോൾ എന്താ അറിയോ, അവർ ഇൻസ്റ്റഗ്രാമിലെ ഒരു പ്രത്യേക പേജ് ഫോളോ ചെയ്യുന്നവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, 18 വയസ്സ് എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും തിരിച്ചറിയുന്ന പ്രായത്തിന് മുമ്പ് അവരുടെ കയ്യിൽ സ്വതന്ത്രമായി നമ്മൾ മൊബൈൽ കൊടുക്കരുത്. മൊബൈൽ കൊടുക്കുമ്പോൾ എന്ത് അറിയോ, ഈ മൊബൈലിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ വേണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ ലോകമെന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മകൻ്റെ മൊബൈലിൽ നമുക്ക് നമ്മുടെ മൊബൈൽ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റണം. ഇപ്പോൾ ഫാമിലി ലിങ്കൊക്കെ ഉണ്ട്. ഫാമിലി ലിങ്ക് ഉപയോഗിച്ചിട്ട് മകൻ്റെ കയ്യിലുള്ള മൊബൈൽ എന്ത് ചെയ്യാൻ പറ്റും, അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ലോക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല, അവൻ ഏതൊക്കെ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മളിവിടെ ഓക്കെ അടിച്ചാൽ അവന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ ഏതൊക്കെ സൈറ്റിലാണ് കയറുന്നത് അത് നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനെന്താ പറയുക, പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരിമാരോടും, നമ്മുടെ മക്കൾ അരമണിക്കൂർ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നിന്ന് മൊബൈൽ വാങ്ങിയിട്ട് എന്ത് അറിയോ, അവരെന്തൊക്കെ കണ്ടു എന്ന് അവരുടെ മുമ്പിൽ വെച്ചിട്ട് നോക്കണം. അങ്ങനെ ഒരു 3 പ്രാവശ്യം നോക്കിയാൽ അവർക്ക് മനസ്സിലാകും, ഞാൻ എന്തൊക്കെ കണ്ടു എന്നത് എൻ്റെ വാപ്പ കാണും, എൻ്റെ ഉമ്മ കാണും. ഞാൻ അരുതാത്തത് കണ്ടാൽ, അരുതാത്തത് കേട്ടാൽ, അരുതാത്തത് ചെയ്താൽ എൻ്റെ ഉമ്മ എന്നോട് ദേഷ്യപ്പെടും, എൻ്റെ വാപ്പ എന്നോട് ദേഷ്യപ്പെടും. അവർ 2 പേരും എന്ത് ചെയ്യും, എന്നെ പിടിച്ചിട്ട് വിചാരണ ചെയ്യും. അതുകൊണ്ട് ഞാൻ കാണുന്നില്ല. ഈ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് കഴിയണം. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനെന്താ അറിയോ, മൊബൈൽ കൊടുക്കാതെയൊന്നും ഇനിയുള്ള കാലത്ത് കുട്ടികളെ കൊണ്ടുനടക്കാനൊന്നും പറ്റൂല. നല്ല പ്രശ്നമാണ്. അതിന് നിങ്ങൾ മൊബൈൽ കൊടുക്കുമ്പോൾ എന്താ അറിയോ, അവരുടെ എനർജി പോസിറ്റീവ് ലെവലിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം. ഇപ്പം എന്താ വെച്ചാൽ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ ആണെങ്കിലും നമ്മുടെ കിച്ചണിൽ അവർ എന്ത് ചെയ്യാം, മൊബൈൽ കൊണ്ട് അവരെ ഉപയോഗപ്പെടുത്താം. ഒരു കേക്ക് എങ്ങനെയാണ് ഇന്ന കേക്ക് ഉണ്ടാക്കുക, അത് മൊബൈലിൽ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക. അവരിത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, നല്ലൊരു കേക്ക് ഉണ്ടാക്കുന്നു. പിന്നെ മാത്സിൻ്റെ വ്യത്യസ്തമായ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ വ്യത്യസ്തമായ ഏരിയകൾ എന്തുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പേജ് എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അത് അവരെ കൊണ്ട് എന്ത് ചെയ്യുക, വീട്ടിൽ വെച്ചിട്ട് ടീച്ചിങ് എയ്ഡുകളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കത് ഉപയോഗിക്കാം. അവരെ കൊണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കിക്കാം. ഇങ്ങനെ അവരുടെ എനർജി പോസിറ്റീവ് തലങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കണം. അതിനെന്താ, ബാപ്പാക്ക് എവിടെ സമയം, ഉമ്മാക്ക് എവിടെ സമയം? നമ്മൾ ലോകം നന്നാക്കാൻ ഇറങ്ങാണ്. അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി ഒളിച്ചോടിയതിൻ്റെ ചരിത്രം പറയാൻ നമ്മളെല്ലാവരെയും വിളിക്കുന്നുണ്ട്, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിനൊക്കെ സമയമുണ്ട്. അവനാൻ്റെ കുട്ടി മൊബൈലിൽ എന്താ കാണുന്നതെന്ന് നോക്കാൻ നമുക്ക് സമയമില്ല. അത് വലിയ പ്രശ്നമാണ്. ഇനി മാത്രമല്ല, അമേരിക്കയിലെ കുട്ടികൾക്കിടയിൽ പഠനം നടത്തിയ ജെയിംസ് പി സ്റ്റെയർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ഗവേഷകൻ പറഞ്ഞൊരു വാചകം എന്താ അറിയോ, ഇൻ വൺ സ്റ്റഡി ടീൻസ് അറ്റ് ദ ടോപ്പ് ടു സോഴ്സ് ഓഫ് സെക്ഷൽ പ്രഷർ, ടെലിവിഷൻ ഷോ ആൻഡ് മ്യൂസിക്. കുട്ടികൾക്കിടയിൽ ഒരു പഠനം നടത്തിയപ്പോൾ ടീനേജുകാർ പറഞ്ഞത് ടോപ്പ് ടു സോഴ്സ് ഓഫ് സെക്ഷൽ പ്രഷർ, കുട്ടികൾക്കിടയിൽ ലൈംഗിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന 2 സോഴ്സുകളേ ഉള്ളൂ. ഒന്ന് ടെലിവിഷൻ ഷോ ആണ്, രണ്ടാമത്തത് മ്യൂസിക്കാണ്. ഇത് രണ്ടും ഇല്ലാത്ത വീടുകൾ ഇന്ന് കുറവാണ്. ടെലിവിഷൻ ഷോക്ക് പകരം നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ സ്ക്രീൻ നമ്മൾ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്തു. മൊബൈലും അതേപോലെ തന്നെ സംഗീതവും. ഇതില്ലാത്തൊരു ലോകം ഇവിടെ ഇല്ല. ഇത് മുഴുവൻ എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികളെ ലൈംഗിക അരാജകത്വത്തിലേക്ക് എത്തിക്കുമെന്നാണ് പുതിയ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ എന്താണ്, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയാണ്, ഒരു NSSൻ്റെ ക്യാമ്പിൽ വെച്ചിട്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടികളൊക്കെ കൂടി കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഭയങ്കര ഒരിക്കലും പാടില്ലാത്ത രൂപത്തിൽ അവർ ഇടപെടുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവരുടെ അധ്യാപകനായ ആ അധ്യാപകൻ എന്തെന്ന് വെച്ചാൽ ആ പെൺകുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് പെണ്ണ്, എന്താണ് ഇങ്ങനെയൊക്കെ ആയാൽ? ഞാനൊരു അധ്യാപകനല്ലേ, എൻ്റെ മുന്നിൽ വെച്ചിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലോ? ഈ ജാതി പണിയൊന്നും ഇവിടെ പറ്റൂല കേട്ടോ, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി ആ അധ്യാപകനോട് പറഞ്ഞെന്താ അറിയോ, സാറിൻ്റെ പണിയെടുത്താൽ മതി, ഞങ്ങളെ വാപ്പാൻ്റെ പണിയെടുക്കണ്ടെന്ന്. ഇതാണ് പുതിയ കാലം. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങളെ മക്കൾക്ക് ആദ്യം കൊടുക്കേണ്ട എന്താ അറിയോ, ദീനിൻ്റെ തെർബിയത്താണ്. അത് ഏറ്റവും ചെറിയ പ്രായത്തിൽ അവർക്ക് കൊടുക്കണം. ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടീൻ്റെ തലച്ചോറിൽ ന്യൂറോണുകളാണുള്ളത്. ഈ ന്യൂറോണുകൾ പരസ്പരം ചേരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സിനാപ്സുകൾ. കോടിക്കണക്കിന് സിനാപ്സുകൾ ഉണ്ടാകുന്ന സമയമാണ് 6 മാസം മുതൽ 3 വയസ്സിനിടയിലുള്ള സമയം. ആ സമയത്ത് ഈ സിനാപ്സുകളിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് കുട്ടി എന്ത് കാണുന്നു,
കുട്ടി എന്ത് കേൾക്കുന്നു, കുട്ടി എന്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആ സമയത്ത് കുട്ടികൾ നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. ഇങ്ങോട്ട് നോക്ക്, ഒരു 1.5 വയസ്സുള്ള കുട്ടീൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ നിസ്കരിച്ചു നോക്ക്. നമ്മളും ചിന്തിക്ക്, 2 വയസ്സുള്ള കുട്ടീൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ നിസ്കരിച്ചു നോക്ക്. ഇങ്ങനെ കൈ കെട്ടും, ആ കുട്ടി വന്നിട്ട് കൈ കെട്ടും. നമ്മളിങ്ങനെ പിന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനി ഇങ്ങനെ ചൊല്ലുമ്പോൾ കുട്ടി ഇങ്ങനെ നമ്മുടെ ചുണ്ടിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചലിപ്പിക്കും. എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്താ അറിയോ, നമ്മൾ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വിരലിങ്ങനെ ചലിപ്പിക്കൂലേ, അത് നോക്കിയിട്ട് ആ കുട്ടി എന്ത് ചെയ്യും, 1.5 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ചലിപ്പിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു അത് അങ്ങനെ തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കും, അങ്ങനെ തന്നെ പകർത്തിയെടുക്കും. നമ്മൾ എന്തൊക്കെ തോന്നിയാസങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടോ അതൊക്കെ ഈ കുട്ടിയെടുക്കും. അതുകൊണ്ട് കുട്ടി ആ പ്രായത്തിൽ കുട്ടി നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചെറിയ പ്രായത്തിലാണ്. ആ പ്രായത്തിൽ അവരെ നല്ല കേൾപ്പിക്കാനും നല്ലതിന് സാക്ഷ്യം വഹിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുട്ടികൾ ഒരുപാട് നല്ല മക്കളായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മക്കളെ സ്നേഹിക്കുക എന്നതാണ്. മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഫീൽ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കൾക്ക് തോന്നണം, എന്നോട് എൻ്റെ ഉപ്പച്ചിക്ക് സ്നേഹമുണ്ട്, എന്നോട് എൻ്റെ ഉമ്മച്ചിക്ക് സ്നേഹമുണ്ട് എന്നവർക്ക് തോന്നണം. അവർ സ്കൂളിലേക്ക് പോയി വന്നാൽ ഇന്ന് എന്താ മോനെ ഇന്ന് ഉച്ചക്ക് കഴിച്ചത്, ഇന്ന് ഞാൻ ചോറെടുത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് ഫുള്ളൊന്നും കഴിച്ചിട്ടില്ല, എന്നാൽ എനിക്കൊന്ന് പറഞ്ഞാൽ പോരെ. ഇനി എന്നും ഇവിടുന്ന് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു കറി എന്ത് ചെയ്തോ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഭക്ഷണം ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. അപ്പം എന്താ അവനക്ക് തോന്നി, എൻ്റെ ഉമ്മ കെയർ ചെയ്യുന്നുണ്ട്, എൻ്റെ ഉപ്പ എന്നെ കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം, മോനെ ഇന്ന് ദുഹ്റ എവിടുന്നാണ് നിസ്കരിച്ചത്, ഇന്ന സ്ഥലത്തു നിന്നാണ് ഉമ്മ നിസ്കരിച്ചത്, പിന്നെ ഇന്ന് ദുഹ്ർ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, അല്ലാഹ് ഞാൻ നിസ്കരിച്ചില്ല, അപ്പോൾ അസറിൻ്റെ ഒപ്പം നിസ്കരിക്കാം, ആദ്യം ദുഹ്ർ നിസ്കരിക്കുക, എൻ്റെ അസർ നിസ്കരിക്കുക, ഇനി അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ, ഇനി എന്നും അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം കേട്ടോ എന്നിങ്ങനെ നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് അവർക്ക് തോന്നണം. എന്നും അവരോട് സംസാരിക്കണം. അതിനെന്താ അറിയോ, നമ്മൾ ആളുകൾക്ക് സമയമില്ല. നമ്മുടെ മക്കളെ നമ്മളല്ലാതെ വേറെ ആരാ നന്നാക്കുക? നമ്മുടെ മക്കളെ നമ്മളല്ലാതെ വേറെ ആരാ നന്നാക്കുക? നമുക്കേ നന്നാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ അവരുടെ നിസ്കാരത്തിൻ്റെ വിഷയം അവരോട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം, അവരോട് നന്നായി പെരുമാറാൻ കഴിയണം. ഒരിക്കലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവരെ ക്രൂശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ അവസ്ഥ എന്താ അറിയോ, നമ്മളെ മകനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു പൊട്ടിത്തെറിയാണ്. ഇങ്ങോട്ട് നോക്ക്, നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ശത്രുവാണ് മകൻ എന്നറിയാം, എന്നിട്ട് പോലും നൂഹ് നബി അലൈഹിസ്സലാം മോനെ വിളിച്ചെന്താ അറിയോ, യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിൽ കയറാൻ പറഞ്ഞു, കയറിയില്ല. എന്നിട്ട് മോനെ വിളിച്ചെന്താ അറിയോ, യാ ബുനയ്യ. തെറ്റു ചെയ്ത മക്കളോട് പോലും സ്നേഹസമൃദ്ധമായ പെരുമാറ്റമാണ് വേണ്ടതെന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, മനസ്സറിഞ്ഞ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഒരു ഉമ്മ നടത്തുന്ന പ്രാർത്ഥന, മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥന, അതൊരിക്കലും പടച്ചോൻ തട്ടിക്കളിയൂല. അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമുക്കൊക്കെ മാതാപിതാക്കളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗ്ഗമാണ്. ഒരിക്കലും അവരുടെ കണ്ണീര് വരുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഭാര്യമാരോട് എനിക്ക് പറയാൻ എന്താ അറിയോ, നിങ്ങളെ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ സ്വർഗ്ഗമാണ്. ഒരിക്കലും ഭർത്താവിൻ്റെ സ്വർഗത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തടസ്സം നിൽക്കരുത്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മൾ ഉമ്മ എന്ന് പറഞ്ഞത് നമ്മുടെ സ്വർഗ്ഗമാണ്. ഒരിക്കലും ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മനെ ചീത്ത പറയുന്ന, ഉമ്മനോട് അപമര്യാദയായി പെരുമാറുന്ന, അവമതിക്കുന്ന ഒരു വാക്കുപോലും നമ്മളിരുത്തുന്ന വരരുത്. ആ കണ്ണെന്ന് കണ്ണീര് വന്നിട്ടെങ്ങാനും അവർ നമുക്കെതിരെ ദുആ ചെയ്താൽ അത് പടച്ചോൻ സ്വീകരിക്കും. നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല. ഒരിക്കലും നമ്മുടെ ഉമ്മ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന, നമുക്കെതിരെ സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്താ അറിയോ, ജീവിതകാലത്ത് അവരുള്ള കാലത്ത് അവരുടെ വില നിലയൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അവരങ്ങോട്ട് മരിച്ചു വേണ്ടല്ലോ, അന്ന് നമുക്ക് ഓർമ്മ വരും. ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളൊന്ന് പടയും. ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് ഭർത്താവിനോട് ചോദിച്ചിട്ടൊന്ന് പോകുമ്പോൾ നമ്മൾ പറയാൻ എന്താ അറിയോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല, നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറയും. കാരണം എന്താ അറിയോ, ഉമ്മയില്ലാത്ത വീട്ടിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. അത്ര ആത്മബന്ധമാണ്. ഉമ്മൻ്റെ അടുത്ത് പോയെന്ന് ഇരുന്നാൽ മതി. 90 വയസ്സുള്ള ഉമ്മയാണ്. ആ ഉമ്മൻ്റെ അടുത്ത് പോയെന്ന് ഇരുന്നാൽ മതി. ഒന്ന് ഉമ്മൻ്റെ കൈ പിടിച്ചിട്ട് നമ്മളെ കയ്യിലൊന്ന് വെച്ചാൽ മതി. ഉമ്മൻ്റെ തല എടുത്തിട്ട് നമ്മളെ മടിയിലൊന്ന് വെച്ചാൽ മതി. ഉമ്മ നമ്മളൊന്ന് തലോടിയാൽ മതി. നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവനും തീർന്നു. അത്രയും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാനുള്ള ധൈര്യവും അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്കുള്ള ഫലവും ആ ഉമ്മയുടെ പ്രാർത്ഥനക്കുണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഒരിക്കലും നമ്മുടെ ഉമ്മയോട് നമ്മൾ അപമര്യാദയായി പെരുമാറരുത്. കാരണം എന്താ അറിയോ, ആ ഉമ്മയോട് അപമര്യാദയായി പെരുമാറുന്നത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നതെങ്കിൽ നാളെ ഇവരും നമുക്കെതിരാകും. ഒരിക്കൽ നോക്കൂ, ഒരു മക്കൾ ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ വാപ്പ ചെന്നിട്ട് മക്കളോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത് അറിയോ, മക്കളെ ഇതെന്താണ്? ഇത് വാപ്പച്ചി, നമുക്കൊരു വീട് വരയ്ക്കുകയാണ്.
ചെറിയ കുട്ടി പറയാണ് ഇതൊരു വീട് വരയ്ക്കാണ്. വീട് വരച്ച ഓരോ റൂമുകളും പരിചയപ്പെടുത്താൻ. ഇത് എൻ്റെ റൂമാണ്, ഇത് ഇത്താത്താൻ്റെ റൂമാണ്, ഇത് കക്കാൻ്റെ റൂമാണ്. അപ്പോൾ ഒരു ചെറിയ റൂമുണ്ട് അവിടെ. ആ റൂം ചൂണ്ടിയിട്ട് ചോദിച്ചു, വാപ്പ ചോദിച്ചു ഇത് ആർക്കുള്ള റൂമാണ്? ഇത് നിങ്ങൾ പ്രായമായാലും നിങ്ങളെ കടത്താനുള്ള റൂമാണ്. ആ വാപ്പ അവിടെ ഇരുന്നു. അപ്പം ആലോചിച്ചു, അദ്ദേഹത്തിൻ്റെ വാപ്പയും ഉമ്മയും താമസിക്കുന്ന റൂം ഏറ്റവും ചെറിയ ആ വീടിൻ്റെ ഏറ്റവും മൂലയുള്ള റൂമാണ്. ഇങ്ങോട്ടൊന്ന് ആലോചിച്ചു. മഹാനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട്, ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു മകൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കല്യാണമൊക്കെ കഴിച്ച് വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മ മരിച്ചു ആദ്യം. അങ്ങനെ വാപ്പ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വാപ്പ നല്ല പ്രായമായി. ആ സമയത്ത് വാപ്പാനിങ്ങനെ നോക്കുകയാണ്, ഭാര്യയും ഭർത്താവും കൂടെ നോക്കി കുറച്ച് മുന്നോട്ട് പോയപ്പം ഭാര്യ പറഞ്ഞു, നിങ്ങളെ വാപ്പാൻ എനിക്ക് നോക്കാൻ പറ്റൂല, നല്ല പ്രായമായിട്ടുണ്ട്, ഇയാൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാന്നറിയോ, ഈ വ്യക്തി എന്ത് ചെയ്യാന്ന് വെച്ചാൽ വാപ്പാനം കൂട്ടിയിട്ട് ഒരു മലമുകളിൽ പോയിട്ട് ആ മലമുകളിൽ എന്ത് ചെയ്യാണ്, വാപ്പാനെ ഒഴിവാക്കിയിട്ട് പോരുകയാണ്. വാപ്പ കയ്യും കാലും പിടിച്ചിട്ട് മോൻ്റെ കയ്യും കാലും പിടിച്ചിട്ട് പറഞ്ഞു, മോനെ എന്നെ ഒഴിവാക്കി പോലെ എന്ന് ഒരുപാട് കരഞ്ഞു പറഞ്ഞു. ഒരു നിലക്കും അവൻ കേട്ടില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇയാൾക്ക് പ്രായമായി. ഇയാൾക്കൊരു മകനുണ്ടായി. അങ്ങനെ മകനുമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാളുടെ ഭാര്യ മരിച്ചു. മകൻ കല്യാണം കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മകൻ്റെ ഭാര്യയും പറയാൻ തുടങ്ങി, നിങ്ങളെ വാപ്പാനെ എനിക്ക് നോക്കാൻ പറ്റില്ല, ഈ വാപ്പാൻ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്യുന്നറിയോ, ഈ വാപ്പാൻ്റെ കൈ പിടിച്ചിട്ട് ഈ മകൻ എന്ത് ചെയ്യാന്നറിയോ, മലമുകളിലേക്ക് പോവാൻ. ആ മലമുകളിലേക്ക് എത്തിയിട്ട് വാപ്പാൻ അവിടെ ഉപേക്ഷിക്കാൻ നേരത്ത് മകൻ്റെ കൈ പിടിച്ചിട്ട് വാപ്പ പറയുന്നൊരു വാക്കെന്താ അറിയോ, മോനെ ഈ മലയിൽ എന്നെ ഇട്ടേച്ച് പോകരുത്, നിനക്ക് എവിടെ വേണമെങ്കിലും എന്നെ ഉപേക്ഷിക്കാം, പക്ഷേ ഈ മലയിൽ എന്നെ ഇട്ടേച്ച് പോകരുത്. അപ്പോൾ വാപ്പാനോട് ചോദിക്കുക, അതെന്താണ് വാപ്പേ? ഈ മലയിലാണ് എൻ്റെ വാപ്പാനെ ഞാൻ ഇട്ടേച്ച് പോയത്. ആ സമയത്ത് വാപ്പാൻ്റെ കാൽക്കലം കുട്ടി വീണിട്ട് കരഞ്ഞ് പറയാണ്, വാപ്പ ഞാൻ ഒരിക്കലും ചെയ്യൂല, ഞാൻ നിങ്ങളെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എനിക്കല്ല തെറ്റ് പറ്റിയത്. എൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ സ്വർഗമാണിത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് അപകടം പറ്റിയതെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വാപ്പാനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ നമ്മളെ കൊണ്ട് കണ്ണീര് ഒരുക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സംതൃപ്തമായൊരു കുടുംബജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.